യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, നമുക്കൊരിക്കൽ കൂടി ആ കരങ്ങളെ ഹൃദയത്തോട് സാധ്യമെങ്കിൽ ചേർത്ത് വെച്ച് ദൈവത്തിൻ്റെ വലിയൊരു നിയോഗത്തിൽ നിന്നുകൊണ്ടാണ് ഈ വചനം നിങ്ങൾ കേൾക്കുന്നതും ഈ വചനം ഞാൻ പ്രസംഗിക്കുന്നതും. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും നമുക്ക് ഓർക്കാം. മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. കണ്ണുനീരോടെ നിയോഗം എഴുതി സമർപ്പിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന സമയമാണ്. പലതരത്തിലുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പലതരത്തിലുള്ള സങ്കടങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കുമുണ്ട്. ഇന്നത്തെ ദിവസവും ഈ ശുശ്രൂഷകളും നിങ്ങൾക്കും എനിക്കും ഏറ്റവും അനുഗ്രഹമുള്ള ഒന്നായി തീരുവാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു സാക്ഷ്യം പറയാൻ ഇടയാകത്തക്ക വിധം, ഒരത്ഭുതം നടക്കുവാൻ ഇടയാകത്തക്ക വിധം, ഒരനുഗ്രഹം ലഭിക്കുവാൻ ഇടയാകത്തക്ക വിധം, ഒരു വാതിൽ തുറക്കുവാൻ ഇടയാകത്തക്ക വിധം ഈ ശുശ്രൂഷകളെ പരിശുദ്ധാത്മാവേ അങ്ങ് നിയന്ത്രിക്കണമേ, അങ്ങ് നിയന്ത്രിക്കണമേ. യേശുവേ, പലതരത്തിൽ വേദനിക്കുന്നവരുണ്ട്, ലോൺ അടയ്ക്കാൻ കഷ്ടപ്പെടുന്നവരുണ്ട്, പലിശ അടയ്ക്കാൻ പോലും പറ്റാത്ത നിലയിലുള്ളവരുണ്ട്, വീട് പണി തുടങ്ങിയത് പൂർത്തിയാകാത്ത നിലയിൽ കഷ്ടപ്പെടുന്നവരുണ്ട്, മകൻ്റെ മകളുടെ പഠനവും ജീവിതവും ഭാവിയുമായി ബന്ധപ്പെട്ട് വേദനിക്കുന്നവരുണ്ട്, കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങൾ, ബിസിനസ്സിൻ്റെ നഷ്ടങ്ങൾ, ചതിയിൽപ്പെട്ടവർ, ചതിച്ചു പണം കൊണ്ടുപോയവർ, ജീവിതം ചില ചതിക്കുഴിയിൽ കൊണ്ടുപോയി തള്ളിയിട്ട അനുഭവങ്ങൾ, ഇനി എങ്ങനെ ജീവിക്കും, ഒരു വഴിയുമില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഒരു പാട്ടിൻ്റെ 2 വരികളൊന്ന് ശ്രദ്ധിക്കുകയാണ്. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. നമ്മൾ വിശ്വസിക്കുക, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇന്നലെ വന്ന് പ്രാർത്ഥിച്ചവരുടെ മുമ്പിൽ ഈ ഗാനം ഒന്ന് പാടിയായിരുന്നു. ഒരിക്കൽ കൂടി വിശ്വസിക്കുവാണ്, ഒരു മഴയും തോരാതിരിക്കില്ല, ഒരു കാറ്റും അടങ്ങാതിരിക്കില്ല. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. അർത്ഥമറിഞ്ഞ് പാടാമോ? തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അമരത്തന്നരികെ അവനുള്ളതാ. അതുകൊണ്ട് പറഞ്ഞേ, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. വിശ്വാസത്തോട്, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അമരത്തന്നരികെ അവനുള്ളതാ. നാളെയെക്കുറിച്ച് ആദിയുള്ളവർ ടെൻഷനുള്ളവരുണ്ട്, ഞെട്ടി ഉണർന്ന സമയങ്ങളുണ്ട്, ഞെട്ടി എഴുന്നേറ്റ സമയമുണ്ട്. ചില ദുസ്വപ്നങ്ങൾ പോലും ചില സങ്കടങ്ങളെ ബേസ് ചെയ്ത് കണ്ടവരുണ്ട്, മരണത്തെക്കുറിച്ച് ചിന്തിച്ചവരുണ്ട്, ജീവിക്കണോ എന്ന് പോലും ചിന്തിച്ചവരുണ്ട്. എൻ്റെ ജീവിതം എന്താ ഇങ്ങനെ പരാജയപ്പെട്ടു പോയത്, ഞാൻ എവിടെ ചെന്നിട്ട്
ഒരിടത്തും എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ലല്ലോ. എനിക്ക് മരിക്കുന്നതിന് മുമ്പ് എൻ്റെ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹമുള്ള ജീവിതം കാണാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇന്ന് പ്രശ്നങ്ങളുണ്ടെങ്കിലും സങ്കടങ്ങളുണ്ടെങ്കിലും ദൈവം അതെല്ലാം ഏറ്റെടുത്ത് നിങ്ങൾക്കൊരു വഴി തുറക്കും. ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് കണ്ണുകളെ അടച്ച് ആരും സഹായിപ്പാനില്ലെന്നു വന്നപ്പോ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. നമ്മുടെ അവസ്ഥ ഇതല്ലേ? ചിന്തിച്ച് നോക്കിക്കേ, നമ്മുടെ അവസ്ഥ ഇതല്ലേ? ആര് സഹായിക്കും? ആര് സഹായിക്കും? എവിടെ നിന്ന് ആരുടെ മുമ്പിൽ കൈനീട്ടും? അതാ പാടിയത്. ആരും സഹായിപ്പാനില്ലെന്നു വന്നപ്പോ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. വേണ്ടെന്നു കാതിൽ പറഞ്ഞവനെന്നെന്നും വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. വേണ്ടെന്നു കാതിൽ പറഞ്ഞവനെന്നെന്നും വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ സന്തോഷത്തോടെ നിങ്ങളെല്ലാവരെയും യേശുവിൽ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒത്തിരി ആളുകൾ കസേരകളിൽ ഇരിക്കാൻ സ്ഥലമില്ലാത്ത വിധം ഒരുപാട് ആളുകളുണ്ട്. നിലത്തൊത്തിരി പേരിയ്ക്കുന്നുണ്ട്. പുറത്ത് ധാരാളം ആളുകളുണ്ട്. കുമ്പസാരത്തിന് ഒരുപാട് പേരുണ്ട്. ഇവിടെ ഇല്ലെങ്കിൽ തന്നെ അവരെ കൂടി ഈ ഒരു പ്രാർത്ഥനയിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇന്ന് ദൈവവചനം ശ്രദ്ധിക്കാൻ പോവുകയാണ്. ദൈവവചനം കേൾക്കാൻ പോവുകയാണ്. ഇപ്പോൾ പാടിയ പാട്ട് പോലാണ്. കരഞ്ഞുകൊണ്ട് ഉറങ്ങിയ എത്രയോ ദിവസങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ എത്ര ദിവസങ്ങളാണ്. ഒറ്റയ്ക്കായി പോകുന്നതൊന്നും വലിയ പ്രശ്നമല്ല, പക്ഷേ ഒറ്റപ്പെടുത്തുന്നത് ഒരു വലിയ പ്രശ്നമാണ്. ഒറ്റയ്ക്കായി പോയാലും നമുക്കൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും. പക്ഷേ ഒറ്റപ്പെടുത്തുമ്പോഴാണ് നമ്മൾ വല്ലാതെ കരഞ്ഞുകൊണ്ട് നമ്മൾ നടക്കുന്നത്, കരഞ്ഞുകൊണ്ട് കിടക്കുന്നത്, ഒറ്റയ്ക്കിരുന്ന് കരയുന്നത്. എത്രയോ ദിവസങ്ങൾ മുമ്പേ പാടിയതുപോലെ പറഞ്ഞില്ലേ, ഞെട്ടി ഉണരും, ചില പെട്ടെന്ന് ഞെട്ടി എഴുന്നേക്കും. നമ്മൾ ഒത്തിരി സങ്കടമായിട്ട് കിടന്നുറങ്ങുമ്പോഴാണ് ദുസ്വപ്നങ്ങൾ കാണും. അപ്പം നമ്മൾ ഓർക്കും, ദൈവമേ എന്താ ഈ സ്വപ്നം, എന്താ ഇങ്ങനെ? മനസ്സ് നിറയെ സങ്കടവും ഭയവും ഉള്ളപ്പം ദുസ്വപ്നങ്ങളായൊക്കെ അത് ചിലപ്പോൾ കണ്ടോന്നിരിക്കും. ഒന്നും സീരിയസ് ആയിട്ട് എടുക്കാനല്ല, അത് നമ്മുടെ മനസ്സിലെ ചില പ്രയാസങ്ങൾ കൊണ്ട് നമുക്കുണ്ടാകുന്ന ചില തോന്നലുകൾ, ആ സ്വപ്നങ്ങളൊക്കെ. ഹല്ലേലൂയ. ഞാൻ ഇന്ന് നിങ്ങളോട് ദൈവവചനം പറയുമ്പോൾ ഇന്ന് സങ്കടമാണേലും, ഇന്ന് ഒറ്റയ്ക്കാണേലും, ഇന്ന് തകർന്നിരിക്കുവാണേലും, ഇന്ന് എല്ലാവരാലും ഒറ്റപ്പെടുത്തിയാലും അതിൽ നിന്ന് ദൈവം എന്നെ, എൻ്റെ കുടുംബത്തെ പൂർണ്ണമായും രക്ഷപ്പെടുത്തും. അതാണ് നമ്മളുടെ വിശ്വാസം. ഇന്നലെ ധാരാളം ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇന്നും കൂടെ പറഞ്ഞ്, ഇന്നലെ പറയാത്തൊരു കാര്യം ഞാൻ ഇന്ന് പ്രസംഗിക്കുവാൻ ആഗ്രഹമുണ്ട്. നിങ്ങളിവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മൾ കയറി വരുന്ന സ്ഥലത്ത് 3 വിശുദ്ധരുടെ, പരിശുദ്ധ അമ്മയുടെയും അൽഫോൻസാമ്മയുടെയും വിശുദ്ധ യൂദാശ്ലീഹായുടെയും 3 തിരുസ്വരൂപങ്ങൾ നമ്മളവിടെ അവിടെ അലങ്കരിച്ചു വച്ചിട്ടുണ്ട്. അവരുടെ മാധ്യസ്ഥം നമുക്കുണ്ടെന്ന അതിൻ്റെ അർത്ഥം. കഴിഞ്ഞ വ്യാഴാഴ്ച ദിവസം അത് വെഞ്ചരിച്ച് പ്രാർത്ഥിച്ചു. ഓരോ വെള്ളിയാഴ്ചയും ഓരോ വ്യാഴാഴ്ചയും വൈകുന്നേരങ്ങളിൽ നടത്തുന്ന നൊവേന എത്ര പേർക്കാണെന്നറിയാമോ? ദൈവാനുഗ്രഹമായി വരുന്നത്. കാര്യം നിസ്സാരമായ ഒരു പ്രാർത്ഥനയാണ്, പക്ഷെ അത് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ, കുടുംബങ്ങളിലിരുന്ന് ഒരു ദിവസമായിട്ടില്ല, ഏകദേശം 1,30,000-ഓളം പേര് ഈ നൊവേന കണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവം ഒരുക്കിയ സ്ഥലത്തു നിന്ന് ഈ പുണ്യസ്ഥലത്ത് നമ്മൾ വരുന്നത് തന്നെ, അത് തന്നെ ഒരു അനുഗ്രഹമായി വരുമെന്നാണ്
ദൈവം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ ഇവിടെ വരുന്ന ഒരുപാട് പേർ ഒത്തിരി സഹകരിക്കുന്നുണ്ട്. സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്, പ്രാർത്ഥനയോടെയാണ് പെരുമാറുന്നത്. നിങ്ങൾ ഞങ്ങളെയും വളരെ റെസ്പെക്റ്റോടുകൂടിയാണ് കാണുന്നത്, സ്നേഹിക്കുന്നത്, അംഗീകരിക്കുന്നത്. ഓരോ ആളുകൾ പ്രാർത്ഥിക്കാനായി വരുമ്പോൾ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, അവരുടെ വിഷമങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾ അച്ഛനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ അച്ഛനെയും കൂടെ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എവിടെ വീട് അങ്ങാണ്. ഇവിടെ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്, ഞങ്ങൾ ആദ്യമായിട്ട് വരുക. പക്ഷേ എനിക്ക് പല ആളുകളുടെയും പ്രാർത്ഥനയും സ്നേഹവും ബഹുമാനവും കിട്ടുന്നുണ്ട്. ഞാനതിനെ കാണുന്നത് ദൈവം എന്നെ അംഗീകരിക്കുന്നതിൻ്റെ അടയാളമായിട്ടാണ്. ദൈവം ഈ ശുശ്രൂഷയെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമായിട്ടാണ് നിങ്ങളുടെ പ്രാർത്ഥനയും സാന്നിധ്യവും ഒക്കെ എളിമയോടെ കാണുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു ട്രെയിൻ, ഞാൻ ഇന്നലെ വന്ന ആളുകളോട് പറഞ്ഞു, നിങ്ങൾ കേട്ട് കാണും, എന്നാൽ ഒരു പ്രാവശ്യം കൂടെ അത് കേൾക്കാത്തവർക്ക് വേണ്ടി പറയുവാണ്. ഒരു ട്രെയിൻ അങ്ങ് തിരുവനന്തപുരത്തു നിന്നൊരു ട്രെയിൻ പുറപ്പെടുവാണ്. അങ്ങ് തൃശ്ശൂർ വഴി, കോഴിക്കോട് വഴി, കണ്ണൂർ വഴി, മംഗലാപുരം അങ്ങ് പോവുകയാണ്. പക്ഷെ ആ ട്രെയിന് സ്റ്റോപ്പ് കുറവാണ്. വളരെ കുറഞ്ഞ നേരമേ സ്റ്റോപ്പുള്ളൂ. അവിടുന്ന് കയറിയപ്പോഴേ പറഞ്ഞു, ആ സ്റ്റോപ്പിൽ 5 മിനിറ്റേ സ്റ്റോപ്പുള്ളൂ. പിന്നെ ലോക്കലായിട്ടുള്ള സ്റ്റോപ്പുകളൊന്നുമില്ല. അടുത്ത സ്റ്റേഷനിൽ ഇപ്പോൾ 5 മിനിറ്റിന് മുമ്പേ സൈറൻ കേട്ടു, ട്രെയിൻ മൂവ് ചെയ്യാൻ തുടങ്ങി. ഒരു സ്ഥലത്തെത്തിയപ്പോൾ ആ ട്രെയിൻ 3/4 മണിക്കൂറായിട്ടും പോയിട്ടില്ല. അപ്പോൾ ആളുകൾ അന്വേഷിച്ചു, എന്ത് പറ്റി, എന്താ ട്രെയിൻ ഇവിടെ ഇത്രയും നേരം നിർത്തിയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വേറെ ട്രെയിൻ വരുന്നോണ്ടാണോ? ബാക്കി എല്ലാ സ്റ്റേഷനിലും 2 മിനിറ്റും 5 മിനിറ്റൊക്കെ ഉണ്ടായിരുന്നുള്ളല്ലോ. അപ്പോൾ അത് അന്വേഷിച്ചപ്പോൾ ഒരാൾ പറയുവാണ്, ട്രെയിനിൽ യാത്രക്കാർക്ക് ആവശ്യമായ ഫുഡ് നിറയ്ക്കുകയാണ്. ഭക്ഷണം, വെള്ളം, ചായ, ഇതുപോലുള്ള ഭക്ഷണ സാധനങ്ങളും, ടോയ്ലറ്റിലേക്കുള്ള വെള്ളം, വാഷിംഗ് ബേസിന് ആവശ്യമായ വെള്ളം, കുടിവെള്ളം, ഇതെല്ലാം ട്രെയിൻ നിർത്തിയിട്ട് ട്രെയിനിൽ നിറച്ചുകൊണ്ടിരിക്കുക ആ സ്റ്റേഷനിൽ. ഇനി വരാൻ പോകുന്ന സ്റ്റേഷനിൽ 5 മിനിറ്റൊക്കെ സ്റ്റോപ്പുള്ളൂ. ഇവിടെ ഒരു 3/4 മണിക്കൂർ, 1 മണിക്കൂറോളം സ്റ്റോപ്പുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുക, നിങ്ങളോട് പറയാം, എത്രയോ തിരക്കുള്ള നിങ്ങളുടെ ജീവിതം നിർത്തിയിട്ടിരിക്കുക ഈ സ്റ്റേഷനിൽ. എത്ര നേരമായി നിർത്തിയിട്ടിട്ട്? മണിക്കൂർ കുറച്ചായി. എന്തിനെന്നറിയാമോ? നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സകല നന്മകളും നിറച്ച് സൂക്ഷിക്കുന്ന സമയമാണ് ഈ കുറച്ച് സമയം. ട്രെയിനിൽ അവർ പറയാം, ഇനി സ്റ്റോപ്പ് കുറവാണ്, നേരമൊന്നും എല്ലാം ട്രെയിനിലേക്ക് ആവശ്യമായ വെള്ളം, ഫുഡും നിറയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാം നിറച്ച് ആ യാത്രക്കാർക്ക് ആവശ്യമായ ഫുഡും വെള്ളം എല്ലാം നിറയ്ക്കുകയാണ്. ഇതുപോലെ നമ്മൾ കുടുംബമായി മുന്നോട്ട് പോകുമ്പോൾ, മക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുന്നോട്ട് പോകുമ്പം, ജോലിയുടെ വിഷയമായിട്ട് മുന്നോട്ട് പോകുമ്പം നമുക്കൊത്തിരി അനുഗ്രഹം വേണം. അതൊക്കെ ട്രെയിൻ നിർത്തിയിട്ട പോലെ നമ്മുടെ ജീവിതവും തിരക്കും, ഫോണൊക്കെ സൈലൻ്റ് ആക്കി കീശ വെച്ച്, മറ്റ് ബന്ധങ്ങളെല്ലാം മാറ്റിവെച്ച് നമ്മൾ ഇതിനകത്ത് നമ്മുടെ ജീവിതമാകുന്ന ട്രെയിൻ നിർത്തിയിട്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പം ആവശ്യമായ അനുഗ്രഹമെല്ലാം ഈ സമയം നമ്മൾ സ്വീകരിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, വളരെ പ്രതീക്ഷയോടെ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഇരുന്നാൽ മാത്രം മനസ്സിലാകുന്ന ഒരു വചനമാണ് ശ്രദ്ധിക്കുന്നത്. നിങ്ങളിവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മളിവിടെ പ്രാർത്ഥനകൾ എഴുതിയിടുകയാണ്, നമ്മൾ എഴുതി പ്രാർത്ഥിക്കുവാണ്. നിയോഗം പറയുവല്ല, എഴുതിയിടുവാണ്. അതിന്മേൽ പ്രാർത്ഥന കിട്ടുവാണ്. ഇതിന് ബൈബിൾ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ അത് കൊണ്ടുവരികയാണ്. ബൈബിളിലൂടെ അത് നിങ്ങൾ എത്രമാത്രം ശക്തമായൊരു പ്രാർത്ഥനയാണെന്ന് തെളിയിക്കുവാണ്. കോട്ടയത്ത് ഞങ്ങൾ ധ്യാനത്തിന് പോയപ്പോൾ ഒരമ്മ തൻ്റെ മകനെ ഹോക്കി ടീം, ഇന്ത്യൻ ടീമിൽ സെലക്ഷൻ കിട്ടി. എന്നിട്ട് പറയുക, ആ പേപ്പറിൽ വന്ന വാർത്തയൊക്കെ എൻ്റെ ബാഗിലുണ്ട്, ഞാൻ എടുക്കാൻ മറന്നുപോയതാണ്. ബാഗിലുണ്ട് ആ യൂണിഫോം, ഇന്ത്യ എന്നെഴുതിയ യൂണിഫോം, നമ്പർ അടക്കമുള്ള യൂണിഫോം കൊടുത്തിരിക്കുക ആ കൊച്ചിന്. അവർ പറയുവാണ്, അച്ഛൻ ഞങ്ങളെല്ലാ ദിവസവും പ്രാർത്ഥിച്ച് എഴുതി വെച്ച് പ്രാർത്ഥിച്ച് വചനം കേട്ടിട്ട എൻ്റെ കുഞ്ഞിന്
ഹോക്കി ഇന്ത്യൻ ടീമിൽ സെലക്ഷൻ കിട്ടിയത്. ദൈവത്തിൻ്റെ അനുഗ്രഹം വരുന്ന വഴികൾ അത്ഭുതമാണ്. എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37 അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാൻ സാധ്യമാണെങ്കിൽ നിങ്ങൾക്കത് ഉപകാരമാണ്. എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37 അധ്യായം 15 വാക്യം. അതിൻ്റെ ഹെഡിങ് വായിച്ചാൽ നമ്മൾ വായിക്കാതെ പോകും. ഹെഡിങ് എന്താണെന്നറിയാമോ? 2 വടികൾ. നമ്മൾ ആരും വായിക്കത്തില്ല, അതിനകത്തൊന്നുമില്ലല്ലോ. 2 വടികൾ എന്നാ ഹെഡിങ്. 2 വടികളോ 2 കമ്പുകൾ? അതെന്തിനാ ബൈബിൾ എഴുതി വച്ചിരിക്കുന്നത്? ആ ഹെഡിങ് കാണുമ്പോൾ നമ്മൾ ഓർക്കും 2 വടികളുടെ കാര്യം എൻ്റെ ജീവിതമായിട്ട് എന്ത് ബന്ധമാ, ഞാൻ വായിക്കത്തില്ല, ശ്രദ്ധിക്കത്തില്ല. ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവം പറഞ്ഞ ഓരോ വാക്കുകൾ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. 15 വാക്യം. കർത്താവ് എന്നോട് അരുൾ ചെയ്തു. ആരാണ് പറഞ്ഞത്? ഇത് പറഞ്ഞത് ഒരു ദർശനക്കാരൻ ദർശനം കണ്ടതോ ഭാവി പറയുന്നവൻ ഭാവി പ്രവചിച്ചതോ അല്ല. ഇത് പറഞ്ഞത് ആരാന്ന് എഴുതിയിട്ടുണ്ട്. കർത്താവ് എന്നോട്, എസക്കിയേലായ എന്നോട് അരുൾ ചെയ്തു. അവ ദൈവം പറഞ്ഞ വാക്കാണ്. എന്താ പറഞ്ഞ എഴുതിയിരിക്കുവാണ്. 16 വാക്യം. മനുഷ്യപുത്ര, മനുഷ്യപുത്ര. ആരാ മനുഷ്യപുത്രൻ? എസക്കിയേലിനോട് പറയുവാ, എസക്കിയേലേ മനുഷ്യപുത്ര, ഒരു വടിയെടുത്ത്, ഒരു കമ്പെടുത്ത്, വടിയെടുത്ത്, അതിൽ യൂദായ്ക്കും അവനോട് ബന്ധപ്പെട്ട ഇസ്രായേൽ സന്തതികൾക്കുമെന്ന് എഴുതുക. ഒരു വടിയേൽ എഴുതണം, എഴുതുക. നമ്മളൊരു പേപ്പറിലാണ് നമ്മുടെ നിയോഗം എഴുതിയത്. വർഷങ്ങൾക്ക് മുമ്പ് എസക്കിയേലോട് ദൈവം പറയുക, നീ ആ കമ്പെടുത്ത് അതിൽ എന്തെഴുതണം? കുത്തി വരച്ചാൽ പോരാ, എഴുതുന്ന എന്നെ എഴുതണം. ഇസ്രായേൽ മക്കൾക്കും യൂദായ്ക്കും അവനോട് ബന്ധപ്പെട്ട ഇസ്രായേൽ മക്കൾക്കും എന്ന് ആ വടിയേൽ എഴുതണം. എഴുതണം, എഴുതി വെക്കണം. എന്നിട്ട് വേറൊരു വടിയുണ്ട്, അതിൽ എന്തെഴുതണം? വേറൊരു വടിയെടുത്ത്. 2 വടികളാണ്. ഒരു വടിയിൽ ഇത് എഴുതണം, അപ്പുറത്തെ വടി എടുത്തിട്ട് വേറൊരു വടിയെടുത്ത് അതിൽ എഫ്രായിമിന്റെ വടിയായ ജോസഫിനും അവനോട് ബന്ധപ്പെട്ട ഇസ്രായേൽ ഭവനം മുഴുവനും എന്നെഴുതുക. എഴുതുക. ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മളിവിടെ വരുമ്പോൾ നിയോഗം എഴുതി വയ്ക്കാനുള്ള പേപ്പറുകൾ അടുക്കി വച്ചിട്ടുണ്ട്. എഴുതുക. ചിലരെങ്കിലും ചിന്തിക്കും, എന്തിനാ മനസ്സിൽ ഓർത്താ പോരെ, പ്രാർത്ഥിച്ചാ പോരെ? അല്ല, ചില സ്ഥലങ്ങളിൽ ചില നിയോഗത്തോടെ അത് എഴുതണം. നമ്മൾ കീശയിൽ ഒരു 100 രൂപ എടുത്ത് 10 രൂപ എടുത്ത് നേർച്ചപ്പെട്ടി കാണുമ്പോൾ ഇട്ടേച്ച് പോകുന്ന പോലെ ആ നിയോഗം ആ പെട്ടിയിലിട്ടിട്ട് പോവുമല്ല, അത് ദൈവകരങ്ങളിൽ കൊടുക്കുവാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് എസക്കിയേലോട് പറയുക, നീ വടിയെടുത്ത് അതിൽ എന്ന് പറഞ്ഞ് എഴുതുക. എഴുതുക, എഴുതുക, എഴുതി വെച്ച് പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ബൈബിളിൻ്റെ അതേ വലുപ്പത്തിലുള്ള ഒരു കടലാസ് എടുത്ത്, ഒരു പേപ്പർ എടുത്ത്, അതിൻ്റെ ആദ്യ പേജിൽ നിങ്ങളുടെ നിയോഗം അവിടെ എഴുതി വയ്ക്കണം. അത് സാധിച്ചു കിട്ടുന്നത് വരെയും നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. എഴുതി വയ്ക്കണം. എസക്കിയേലോട് പറഞ്ഞു, എനിക്ക് ജീവിതത്തിൽ വിജയിക്കണമെന്ന ആഗ്രഹം, അത് എഴുതി വയ്ക്കണം. ദൈവസന്നദ്ധിയിൽ അത് എഴുതി വയ്ക്കണം. പ്രാർത്ഥിച്ചു നോക്ക്. ബൈബിൾ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. എഴുതി വയ്ക്കണം. എഴുതി വച്ച് ഒന്നായി തീരത്തക്ക വിധം അവ നിന്റെ കയ്യിൽ ചേർത്ത് പിടിക്കുക. ഇപ്പോൾ ഏതവസ്ഥയിലല്ല? ഒന്നായൊരവസ്ഥയിലല്ല. എന്തോ വഴക്കിട്ട് മാറി നിൽക്കുക. എന്തോ ഒരു പ്രശ്നമുണ്ട്. എഴുതിയ വിഷയത്തിൽ എന്തോ ഒരു വിഷയമുണ്ട്. ഇപ്പോൾ എന്തു ചെയ്യണം? ആ 2 വടികൾ ഒന്നായി തീരത്തക്ക വിധം നിന്റെ കൈ കൊണ്ട് ചേർത്ത് പിടിക്കുക. ആ 2 വടി ഇങ്ങനെ അടുപ്പിച്ച് പിടിക്കാൻ പറഞ്ഞു. ആ വടിയിൽ എഴുതിയിട്ടുണ്ട്, ആ നിയോഗം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പിടിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ചോദിക്കുന്നത്, എന്ത് മണ്ടത്തരമായി പറയുന്നത്? നമ്മൾ എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ നോക്ക്, എത്രയോ വർഷം മുമ്പ് വേദപുസ്തകത്തിനകത്ത് എഴുതി വച്ചിരിക്കുക എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടതെന്ന്. 2 വടിയിൽ എഴുതുക. നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ നിയോഗം എഴുതിയിട്ട നിയോഗം ഉണ്ടല്ലോ, അതാ പേപ്പർ എടുത്ത് ആ വിഷയത്തെ ദൈവകരങ്ങളിൽ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് നോക്ക്. ചില കാര്യങ്ങൾ ദൈവം ആ എഴുതിയ വിഷയത്തിൽ ചെയ്യാൻ തുടങ്ങും. എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് എഴുതുക. അപ്പോൾ ചില ആളുകൾ ചോദിക്കും, ഇത് കാണുമ്പോൾ എസക്കിയേൽ മനുഷ്യപുത്ര, ആളുകൾ ചോദിക്കും, എന്തു പരിപാടിയാണിത്?
എസെക്കിയേൽ പറഞ്ഞു, നീ ഇങ്ങനെ ചെയ്യുമ്പോൾ പലരും ചോദിക്കും, എന്തുവാ ചെയ്യണത്, എന്താണിത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? 2 വടിയേൽ എഴുതിയിട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥന, ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനത്തെ പ്രാർത്ഥന, ഇത് എവിടുത്തെ പ്രാർത്ഥനയാണ്, ആരാ അത് കണ്ടുപിടിച്ചത്? അപ്പോൾ നീ അവരോട് പറയണം. ശ്രദ്ധിച്ചു കേട്ടോ, വായിക്കാം. ഇതുകൊണ്ട് നീ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരില്ലേ എന്ന് ജനം നിന്നോട് ചോദിക്കും. നീ ഇങ്ങനെ എഴുതി ഒരു കമ്പയിൽ എഴുതി പ്രാർത്ഥിക്കുമ്പോൾ ആളുകൾ ചോദിക്കും, ഹലോ പ്രവാചക, എന്താണ് ഉദ്ദേശം, എന്താണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ നീ അവരോട് പറയണം എന്താ ഉദ്ദേശമെന്ന്. ശ്രദ്ധിച്ചോ, നമ്മൾ ചെയ്യുന്ന കാര്യമാ ഇപ്പോൾ നമ്മളൊരു വടിയേല ഒരു കമ്പയിലല്ല എഴുതിയത്, നമ്മളൊരു ബുക്കിൻ്റെ പേപ്പറിലാണ് എഴുതി, അത്രേ വ്യത്യാസമുള്ളൂ. നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ ശക്തി മനസ്സിലാകാൻ ഈ വചനം ഒന്ന് മനസ്സിലാക്കണം, എഴുതി വയ്ക്കണം. അതൊന്നായി തീരത്തക്കവണ്ണം നീ അതിനെ എടുത്ത് ഉയർത്തിപ്പിടിക്കണം. ഇതെല്ലാം കാണുമ്പോൾ ചുറ്റുമുള്ള ആളുകൾ ചോദിക്കും, എന്താണ് ഉദ്ദേശിക്കുന്നത് പ്രവാചക, എന്താണ് പരിപാടി, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾക്കൊന്ന് പറഞ്ഞതാ എന്ന് പറയും. അപ്പോൾ അവരോട് പറയുക, അപ്പോൾ നീ അവരോട് ഇതെന്നാന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയരുത്, നീ അവരോട് പറയണം. എന്തു പറയണം? ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, ജോസഫിന്റെയും അവനോട് ബന്ധപ്പെട്ട ഇസ്രായേൽ ഗോത്രങ്ങളുടെയും വടി എഫ്രായിമിന്റെ കയ്യിലുള്ളത് തന്നെ ഞാൻ എടുക്കാൻ പോകുന്നു. അതാരെ ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതിയിരിക്കുവാണ്, നീ എടുത്ത ആ വടി, ആ നിയോഗം ദൈവമായ കർത്താവായ ഞാൻ എടുക്കും. അത് ദൈവം ഏറ്റെടുക്കുമെന്ന് മനസ്സിലായോ? നമ്മൾ എഴുതിയിട്ട പ്രാർത്ഥനകളെ ദൈവം ഏറ്റെടുക്കും. അതിന് എഴുതിയിരിക്കാണ് വരയിട്ടിട്ട്, ഞാൻ എടുക്കാൻ പോകുന്നു, ദൈവം അത് ഏറ്റെടുക്കാൻ പോകുന്നു. ഇപ്പോൾ നിങ്ങൾ എഴുതിയിട്ടൊരു നിയോഗം ഇതായിരിക്കും, എനിക്കൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ആ വിഷയം ദൈവം എടുക്കാൻ പോവുകയാണ്. എഴുതിയിരിക്കുന്ന അങ്ങനെ ഒരു ചെറിയ ബൈബിളിനകത്തൊരു കുഞ്ഞ് വരയിട്ടിട്ടുണ്ട്. എന്നിട്ട് എഴുതിയിരിക്കുക, ഞാൻ അതെടുക്കാൻ പോകുന്നു. ഏതെടുക്കാൻ പോകുന്നു? നീ ആ വടിയേൽ എഴുതി വെച്ചിട്ടില്ലേ, ആ പേപ്പറിൽ എഴുതി വെച്ചിട്ട് ആ നിയോഗമില്ലേ, ആ മനസ്സുകൊണ്ട് കലങ്ങി എഴുതി വെച്ച ആ വിഷയമില്ലേ, അത് ഞാൻ കൈകാര്യം ചെയ്യും. അവിടെ ദൈവ പ്രവൃത്തി നടക്കാൻ പോകുന്നു, അവിടെ ഒരു സൗഖ്യം നടക്കാൻ പോകുന്നു, അവിടെ ഒരു വിടുതൽ നടക്കാൻ പോകുന്നു. കാരണം ദൈവം അത് ഏറ്റെടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബത്തിനകത്ത് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നാ ചിലർ എഴുതി വച്ചിരിക്കുന്നത്. ചിലർ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നന്നായിട്ടൊന്ന് ജീവിക്കണം. ചിലർ പറഞ്ഞ് എനിക്ക് നല്ലൊരു വിസ കിട്ടി എനിക്ക് ആ രാജ്യത്ത് പോകണം. ചിലർ പറഞ്ഞ് എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം നടക്കണം. ചിലർ പറഞ്ഞു ഞങ്ങൾക്ക് തലമുറകളെ ലഭിക്കണം. ദൈവം അത് ഏറ്റെടുക്കും. ദൈവം അത് എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ഒന്നുപോലും ദൈവം തള്ളിക്കളയത്തില്ല. സങ്കടത്തോടെ നീ മനസ്സ് തളർന്ന വേദനയോടെ എഴുതിയെങ്കിൽ അത് ദൈവം കണ്ടു കഴിഞ്ഞു, ഏറ്റെടുത്തു കഴിഞ്ഞു. എഴുതിയിരിക്കുന്ന വാക്കൊന്ന് വായിച്ചേ, ഞാനത് എടുക്കാൻ പോകുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? നീ എന്ത് ചെയ്യണം? അതെടുത്ത് യൂദായുടെ വടിയോട് ചേർത്ത് ഒറ്റ വടി പോലെ പിടിക്കും, അവ എന്റെ കയ്യിൽ ഒന്നായി തീരുകയും. നീ ആ 2 നിയോഗം എടുത്ത് ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ ഞാൻ അതിനെ ഒറ്റ വടിയാക്കി ഒന്നാക്കി തീർക്കും എന്ന് പറഞ്ഞെന്താ? നീ എഴുതി വച്ച കാര്യത്തിൽ അത്ഭുതകരമായ ദൈവപ്രവൃത്തി നടക്കുന്നല്ലേ അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ച്, ചിലരിവിടെ എഴുതി പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ കൽക്കുരിശിൽ വിരൽ കൊണ്ട് എഴുതിയവരുണ്ട്, എൻ്റെ മകളും മരുമകനും മകളും ഒക്കെ സന്തോഷമായിട്ട് ജീവിച്ചിരുന്നെങ്കിൽ. അവർ തമ്മിൽ ഒത്തിരി വഴക്കൊണ്ട് ആ പ്രശ്നം പരിഹരിച്ച് എഴുതി വെച്ച് പ്രാർത്ഥിച്ചത് ദൈവം നാളുകളിൽ ആ പ്രതിസന്ധികളെ മാറ്റി, ആ വഴക്കിനെ മാറ്റി, ആ സംശയത്തെ മാറ്റി, ആ അസ്വസ്ഥതകളെ മാറ്റി, ആ സ്വഭാവത്തിന്റെ വൈകല്യങ്ങളെ മാറ്റി നിങ്ങൾ സ്നേഹത്തിൽ ഒന്നാക്കുന്നൊരു ദൈവ പ്രവൃത്തി ആ നിയോഗത്തിന്റെ മേൽ ദൈവം ചെയ്യാൻ തുടങ്ങും. ഒന്ന് കരങ്ങളെ ഉയർത്തി വിശ്വാസത്തോടെ ഒന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നായി തീരും. ഇപ്പൊ ചിലർ പ്രാർത്ഥിക്കുവാണ്, എനിക്കൊരു നല്ല ജോലി, അത് നിന്റെ ജീവിതത്തോടൊന്നായി തീരും. ആ പ്രശ്നം മാറിയിരുന്നെങ്കിൽ അത് ജീവിതത്തിൽ ദൈവിക ഇടപെടലിന് കാരണമാകും, ഒന്നായി തീരും. എന്നിട്ട് ഇനി 20ാമത്തെ വാക്യം വായിച്ചേ. നീ എഴുതിയ ആ വടികൾ, നീ എഴുതിയ ആ വടികൾ, എഴുതിയിട്ട പേപ്പർ, എഴുതിയിട്ട നിയോഗം അവർ കാണെ പിടിച്ചുകൊണ്ട്
അവരോട് പറയുക. അതിങ്ങനെ എല്ലാവരും ഒളിച്ചു പിടിക്കേണ്ട, അത് എല്ലാവരും കാണുക, ഉയർത്തി പിടിച്ചുകൊണ്ട് പറയുക, ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ചിതറിപ്പോയിരിക്കുന്ന ജനതകളുടെ ഇടയിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ ഞാൻ കൊണ്ടുവരും. എല്ലാ ദിക്കുകളിൽ നിന്ന് ഞാൻ അവരെ ഒന്നിച്ചു കൂട്ടും, സ്വദേശത്തേക്ക് കൊണ്ടുവരും. എപ്പോഴാണ് ഈ അത്ഭുതം നടന്നത്? എഴുതി വച്ച് ആ പ്രാർത്ഥനയെ ഉയർത്തി മറ്റുള്ളവർ കാണുക പ്രാർത്ഥിച്ചപ്പോൾ ആ വിഷയം ഒരു അനുഗ്രഹമായി എന്ന് മാത്രമല്ല, ആ വിഷയം അവർക്കൊരു അത്ഭുതമായി മാറാൻ തുടങ്ങി. ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 15 മുതലുള്ള വാക്യമാണ്. ഇനി എഴുതി പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന അനുഗ്രഹത്തെക്കുറിച്ച് പറയാൻ പോവുകയാണ്. എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നതിന്റെ ബ്ലെസ്സിങ് പറയാൻ പോവുകയാണ്. അതിനു മുമ്പ് ഒരിക്കൽ കൂടി നിങ്ങൾ ആ കാര്യങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാമോ? കർത്താവ്, ഞങ്ങൾ എഴുതിയിട്ട നിയോഗത്തെ ഞങ്ങളൊന്ന് മനസ്സിൽ ഓർക്കുവാണ്. ഞങ്ങൾ എഴുതി വെച്ച നിയോഗം, എനിക്ക് മാത്രം അറിയാവുന്ന ചില സങ്കടങ്ങൾ ആ പേപ്പറിലുണ്ട്. എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ ആകെ ചിതറിക്കിടക്കുന്നൊരവസ്ഥയാണ്. ഇതെങ്ങനെ ശരിയാകുമെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നുമില്ല. പക്ഷെ ദൈവപ്രവൃത്തി വരുമ്പോൾ അത് എഴുതിയിരിക്കുന്നുണ്ട്, ഒന്നിച്ചുകൂടും, പല ദിക്കുകളിൽ നിന്ന് കൊണ്ടുവരും, ദൈവാനുഗ്രഹങ്ങൾ ജീവിതത്തിൽ വരാൻ തുടങ്ങും. എന്താ ഇതിന്റെ അർത്ഥം? സത്യം പറഞ്ഞാൽ നമുക്കിത് വായിക്കുമ്പോൾ ചിലപ്പോൾ തമാശയായിട്ട് തോന്നും, ചിലപ്പോൾ നമുക്കിത് വായിക്കുമ്പോൾ ചിരി തോന്നും, ചിലപ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ എന്താണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, എസെക്കിയേൽ പ്രവാചകൻ പറഞ്ഞു, ഞാൻ വടിയേലൊന്നും എഴുതാൻ പോകത്തില്ല, എനിക്കതിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. അങ്ങനെ എസെക്കിയേൽ പറഞ്ഞില്ല. ദൈവത്തിൻ്റെ നിയോഗം അനുസരിച്ച് ആ വടിയേൽ ദൈവത്തിൻ്റെ ആ വാക്കുകളെ, ആ നിയോഗത്തെ എഴുതി അതിനെ ഉയർത്തി അതിനെ നിയോഗത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ അതിൽ നടന്നത് ദൈവപ്രവൃത്തിയാണെങ്കിൽ, അതിൽ നടന്നത് ദൈവത്തിന്റെ അത്ഭുതമാണെങ്കിൽ, അതിൽ നടന്നത് ദൈവത്തിന്റെ അനുഗ്രഹമാണെങ്കിൽ, ദൈവത്തിന്റെ വിടുതലുകൾ അതിൽ സംഭവിച്ചെങ്കിൽ, ദൈവത്തിന്റെ ഉത്തരം അവിടെ കയറി വന്നെങ്കിൽ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളും ഒരു വടിയേലൊന്നും അല്ല, ഒരു പേപ്പറിലാണ് എഴുതിയിട്ടിരിക്കുന്നത്. ആ നിയോഗം ദൈവം ഏറ്റെടുക്കാൻ പോവുകയാണ്. ആ നിയോഗം ദൈവം ഏറ്റെടുക്കുകയാണ്. വിശ്വാസത്തിൽ ഒന്ന് കാണാൻ പറ്റുമോ? എന്റെ ദൈവം എന്റെ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഏറ്റെടുത്താൽ അത്ഭുതമാക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്റെ ദൈവം എന്റെ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഏറ്റെടുത്ത് അനുഗ്രഹമാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാകാം, ദൂരെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാകാം, ഇത് യാദൃശ്ചികമായി കേൾക്കുന്ന ഒരു വ്യക്തിയാകാം, ഓൺലൈനിൽ ഇത് കാണുന്ന ഒരാളാകാം. ദൈവം ഏറ്റെടുക്കും, എന്റെ പ്രാർത്ഥനകളെ ദൈവം ഏറ്റെടുക്കും. ഞാൻ എഴുതി വെച്ച നിയോഗത്തെ ദൈവം ഒരു അത്ഭുതമാക്കും, ഒരടയാളമാക്കും, ഒരു നന്മയാക്കി മാറ്റും. ആ കരങ്ങളെ ഉയർത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു. അല്പം ഒന്ന് സ്തുതിച്ച് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. ശബ്ദമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, ശബ്ദമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുതം ഉണ്ടാകട്ടെ, ദൈവത്തിന്റെ അടയാളങ്ങൾ ഉണ്ടാകട്ടെ, ദൈവ പ്രവൃത്തികൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. വഴിയോരുക്കും അവനാഴികളിൽ വലം കയ്യിൽ പിടിച്ചെന്നെ വഴി നടത്തും. ഇത് ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പറഞ്ഞേ. ആമേൻ. വഴിയോരുക്കും അവനാഴികളിൽ വലം കയ്യിൽ പിടിച്ചെന്നെ വഴി നടത്തും. അടുത്ത വരിക ശ്രദ്ധിച്ച്, വാതിലുകൾ സകലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടും. കണ്ണുകൾ അടച്ച് ശ്രദ്ധിച്ച്, നമ്മൾ ഇതുപോലെ എഴുതി പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യമാ പാടിയത്. വാതിലുകൾ ഒരെണ്ണം തുറക്കുന്നല്ല, വാതിലുകൾ സകലതും തുറക്കും. എല്ലാ വഴികളും അടഞ്ഞതുപോലൊക്കെ തോന്നുന്നുണ്ടോ? എല്ലാ വഴികളും അടഞ്ഞൊരു പ്രതിസന്ധിയിലാണെന്ന് തോന്നുന്നുണ്ടോ? വാതിലുകളെ ദൈവം തുറക്കും. പ്രിയപ്പെട്ടവരെ, നല്ലൊരു ബന്ധം നിനക്കുണ്ടായാൽ മതി നിന്റെ വാതിൽ തുറക്കാൻ. ഒരാൾ വിളിച്ചൊരു വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി നമ്മുടെ വാതിൽ തുറക്കാൻ. ഒരു ഇമെയിൽ മതി, ഒരു ഇമെയിൽ മതി. നോക്കുമ്പോൾ ഒരു ഇമെയിൽ എന്നാ എഴുതിയിരിക്കുന്നത്? അത് മതി. ഒരു ജോലിയുടെ ഓഫറാണ്, അത് മതി. വഴിയൊരുക്കും ദൈവം ആഴികളിൽ പോലും
പരിചയപ്പെടേണ്ട ഒരു വ്യക്തിയെ പരിചയപ്പെട്ടാൽ മതി ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ്. ചില നിസാരമെന്ന് നമ്മൾ തോന്നുന്ന കാര്യം പോലും ദൈവം തുറക്കുന്ന വലിയ വാതിലുകളായി മാറാറുണ്ട്. ദൈവം ഒരുക്കുന്ന നന്മകളായി മാറാറുണ്ട്. വിശ്വാസത്തോടെ ഒന്നി പാട്ടുകാരനോടൊപ്പം പാടാമോ? വലം കയ്യിൽ പിടിച്ചെന്നെ വഴി നട. അധരം തുറന്ന് എല്ലാവരും ഒന്ന് പറയാമോ? വഴികളിൽ വലം കയ്യിൽ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ സകലതും അടഞ്ഞിടിലും വല്ലഭൻ വല്ലഭൻ പുതുവഴി തുറന്നേ. ശബ്ദമുയർത്തി ഒന്ന് പറഞ്ഞേ. വാതിലുകൾ സകലതും അടഞ്ഞിടിലും വല്ലഭൻ വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറയാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ. രണ്ട് വടിയെടുത്തിട്ട് എസെക്കിയേലിനെ അതിൽ എഴുതിച്ചു ദൈവം. ഇങ്ങനെ എഴുതി വെച്ചു. ആ എഴുതുന്നത് പോലും ഒരു നിയോഗത്തിൽ എഴുതി. ഇനി അടുത്തൊരു അനുഗ്രഹം കണ്ടോണം. ബൈബിൾ എഴുതിയിരിക്കുവാണ്. എസെക്കിയേലിന്റെ പുസ്തകം 37-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം ഒന്ന് വായിക്കുകയാണ്. ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. എഴുതി വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയൊരു അനുഗ്രഹം എഴുതിയിരിക്കുക. ഇനി ഒരിക്കലും. ശ്രദ്ധിച്ചു കേട്ടോ. എഴുതിയ വിഷയത്തെ നോക്കിയിട്ടാ പറഞ്ഞത്. ഇനി ഒരിക്കലും അവർ രണ്ട് ജനതകളായിരിക്കുകയില്ല. അപ്പം മുമ്പേ പ്രാർത്ഥിച്ച രണ്ട് വിഷയം എങ്ങനെയായിരുന്നു? എഴുതി വെച്ച വിഷയം ഇച്ചിരി സീരിയസ് ആണ്. അത് പണ്ട് എങ്ങനെയായിരുന്നു? രണ്ടായി ഭിന്നിച്ച് നിൽക്കുമായിരുന്നു. അത് ഒന്നാകാൻ വേണ്ടി എന്നാ ചെയ്തത്? എഴുതി വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറയുക, ഇനി ഒരിക്കലും അവർ രണ്ടു ജനതകളായിരിക്കുകയില്ല, രണ്ട് രാജ്യങ്ങളായി ഭിന്നിച്ചു നിൽക്കുകയുമില്ല. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ പല വീടുകളിലും പലതും ഭിന്നിച്ച് കഴിയുന്ന വീടുണ്ട്. ഒരുമിച്ച് പ്രാർത്ഥിക്കാത്ത വീടുണ്ട്. ഒരുമിച്ച് ഫുഡ് കഴിക്കാത്ത വീടുണ്ട്. ഒരുമിച്ച് അധികം സംസാരിക്കാത്ത. വണ്ടിയെ കയറിയാലും മിണ്ടത്തില്ല. വണ്ടിയെ കയറിയാൽ ഒരക്ഷരം മിണ്ടത്തില്ല. അന്നേരം പാട്ട് വെച്ചേക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം വെച്ചേക്കും. മിണ്ടണ്ടല്ലോ, മിണ്ടത്തില്ല. ഒരേ വാഹനത്തിൻ്റെ ഫ്രണ്ട് സീറ്റിലിരുന്നാലും മിണ്ടാതെ പോകുന്നവരുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ അവരെ ഉപദേശിച്ചാൽ പോയാൽ ചിലപ്പോൾ നിങ്ങളോട് ദേഷ്യം ആവത്തേ ഉള്ളൂ. ഉപദേശം കൊണ്ട് ആരും നന്നാകത്തില്ല. ഉപദേശം കൊണ്ട് ഉപദേശിക്കുന്ന ആൾക്കാരോട് ദേഷ്യം തോന്നി നമ്മളെക്കാൾ മുമ്പേ അവർ ഓടിപ്പോവും. പക്ഷെ അവരുടെ പേരുകൾ നിയോഗം എഴുതി പ്രാർത്ഥിച്ച ദൈവം പറയുക, അവർ രണ്ടായി ചെതറിപ്പോകത്തില്ല. പിന്നെ പകരം എന്ത് സംഭവിക്കും? അവർ ഒന്നിച്ചു നിൽക്കാൻ തുടങ്ങും. അതിനെന്താ ചെയ്തത്? രണ്ട് വടിയേൽ അവരുടെ പേരുകൾ എഴുതി അതിനെ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചു. അപ്പൊ നോക്കൂ, നമ്മൾ ചെയ്യുന്നത് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എഴുതിയിട്ട് പ്രാർത്ഥിക്കുന്നത് ആരുടെയോ ബുദ്ധിയിലുണ്ടായ ഒരു ആശയമല്ല. ഇത് ദൈവത്തിന്റെ വചനവുമായി ബന്ധമുണ്ട്. അതാണ് നിയോഗ പ്രാർത്ഥനയിൽ അനേകരുടെ കണ്ണുനീർ ദൈവം തുടയ്ക്കാൻ ഇടയായത്, അനേകം രോഗികളുടെ മേൽ സൗഖ്യമാകാൻ കാരണമായത്, അനേകം പേർക്കത് വിടുതലായി മാറാൻ ഇടയായത്. ഇതിനൊരു അത്ഭുത ശക്തിയുണ്ട്. ആ കരങ്ങളെ ഉയർത്തി ഒന്ന് പറയാമോ? ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അടുത്തൊരു വാക്യം വായിക്കുകയാണ്. ഇതേ വാക്യം ഇങ്ങനെ എഴുതി വെച്ച് പ്രാർത്ഥിച്ചതിന്റെ അടുത്ത ഗുണമാണ് 26-ാമത്തെ വാക്യം. എഴുതി വെച്ച് പ്രാർത്ഥിച്ചതിന്റെ ഗുണം, അവസ്ഥകൾക്ക് മാറ്റം വന്നു, സാഹചര്യങ്ങൾക്ക് മാറ്റം വന്നു. 26-ാമത്തെ വാക്യം വായിച്ചേ. സമാധാനത്തിന്റെ ഒരു ഉടമ്പടി അവരുമായി ഞാൻ ഉണ്ടാക്കും. അപ്പൊ അത്രയും നേരം അവിടെ എന്തില്ലായിരുന്നു? ഒരു സമാധാനവും ഇല്ല, ഒരു സന്തോഷമില്ല. പക്ഷെ പറയുക, നീ ആ അവരുടെ പേരൊക്കെ ആ വടിയേൽ എഴുതി ഇതുപോലെ പ്രാർത്ഥിക്ക്, ഞാൻ അവരോട് സമാധാനത്തിന്റെ ഉടമ്പടി ഉണ്ടാക്കും. ആ വ്യക്തികൾ തമ്മിൽ സമാധാനമുണ്ടാകും. അത്രയും നാളും നിലനിന്നിരുന്ന വഴക്കും വാശിയും വൈരാഗ്യവും മാറി അതേ സ്ഥാനത്ത് ഇപ്പൊ എന്നാ വന്നു? സമാധാനം. എത്ര പേർ ആഗ്രഹിക്കുന്നു എനിക്കൊരു സമാധാനമുള്ള ജീവിതം ഉണ്ടായിരുന്നെങ്കിൽ? ഒത്തിരി പേര് ആഗ്രഹിക്കും. ഇതേതെങ്കിലും കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുവാണെങ്കിൽ സ്ഥലം വിറ്റിട്ടാണേലും വേണ്ടില്ല, സ്വർണം വിറ്റിട്ടാണേലും വേണ്ടില്ല, 1 കിലോ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നേനെ. സമാധാനം. പക്ഷെ മേടിക്കാൻ കിട്ടത്തില്ല. സമാധാനത്തിന്റെ ദൈവം അത് തരുന്നത്. ദൈവത്തിന്റെ പേരെന്നറിയാമോ? യേശു ജനിച്ചപ്പോൾ മാലാഖമാർ പാടി തന്നെ, ഭൂമിയിൽ സമാധാനം, സമാധാനം.
സമാധാനത്തിന്റെ രാജാവാണ് ദൈവം. ആമേൻ. ആ സമാധാനം നിങ്ങളുടെ കുടുംബത്തിലാകട്ടെ, ശുശ്രൂഷയിലാകട്ടെ, വ്യക്തി ജീവിതത്തിലാകട്ടെ, സമാധാനം തരുന്നത് ദൈവമാണ്. ആമേൻ. സമാധാനത്തിന്റെ ദൈവം നിങ്ങൾക്ക് സമാധാനം തരും. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചേ, നിങ്ങൾ ചില വാക്കുകൾ ശ്രദ്ധിക്കണം. നമുക്കിത് വായിക്കുമ്പോൾ 2 വടിയേൽ എഴുതി വെച്ച് അത് കൂട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറയുക, അവർ തമ്മിലുള്ള വഴക്ക് ഞാൻ മാറ്റും, അവർ തമ്മിൽ പിരിഞ്ഞിരിക്കത്തില്ല, അവരുടെ ഇടയിൽ സമാധാന ഉടമ്പടി ഞാൻ ഉണ്ടാക്കി, സമാധാനം ഉണ്ടാകും. പ്രത്യേകിച്ച് ഒരു കൗൺസിലിംഗ് ഇവർ നടന്ന് ആരും തലേ കൈവച്ച് പ്രാർത്ഥിച്ചില്ല, ആരും കൗൺസിലിംഗ് നടത്തിയില്ല, ആരും ഒന്നും തള്ളും കൂടിയില്ല. ഒറ്റ കാര്യം ചെയ്തുള്ളൂ, എഴുതി വച്ച വിഷയത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഒരു നിയോഗത്തോടെ പ്രാർത്ഥിച്ചു. പ്രവർത്തിച്ചത് ദൈവമാണ്. ആമേൻ. നമ്മൾ എഴുതിയിടുമ്പോൾ നമ്മൾ പലരും ചിന്തിക്കും, ഞാൻ എഴുതിയിട്ടത് ആരും കണ്ടിട്ടില്ല. പക്ഷെ അത് ദൈവം കണ്ടിട്ടുണ്ട്, ദൈവം ഏറ്റെടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ എഴുതിയിട്ട വിഷയത്തെക്കുറിച്ചാ പറഞ്ഞത്. ഇനി ഒരിക്കലും അതിനെ ഓർത്ത് വിഷമിക്കേണ്ടി വരത്തില്ല. ആമേൻ. വിശ്വസിക്കുന്നു. ഇനി ഒരിക്കലും അതിനെ ഓർത്ത് നിരാശപ്പെടേണ്ടി വരത്തില്ല. ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങനെയാ പ്രാർത്ഥിക്കുക. കർത്താവ്, ഈ ജനം ഇവിടെ വന്ന് യാത്ര ചെയ്ത് ഇന്നലെ രാത്രി പോലും പലരും ഉറങ്ങിയിട്ടില്ല, നല്ല ക്ഷീണമുണ്ട്. പക്ഷെ എന്നാൽ ഈ മണ്ണിൽ കാല് ചവിട്ടി ആലയത്തിനകത്ത് ഈ പുണ്യഭൂമിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ പോലും അനുഗ്രഹം ലഭിക്കാതെ പോകരുത്, അനുഗ്രഹം കിട്ടാതെ പോകരുത്. ഒഴിഞ്ഞ കൈകളോടെ അവന്നേല് നിറ കൈകളോടെ ഈ അന്തരീക്ഷം വിട്ട് വാഹനത്തിൽ അവരുടെ ഭവനങ്ങളിൽ സുരക്ഷിതമായി പോകാൻ ഇടയാകണമേ. ഒന്നും കൂടെ ശ്രദ്ധിച്ചേ, നിങ്ങളുടെ വീടുകളിൽ ചിലപ്പോൾ സമാധാനം കാണത്തില്ല, അല്ലെ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഇടയിൽ ഭയങ്കര വഴക്കായിരിക്കും, മക്കൾ തമ്മിൽ ചേർച്ചയില്ല, മരുമക്കൾ തമ്മിൽ ചേർച്ചയില്ല, ആകെ അസ്വസ്ഥതയാണ്, എല്ലാ ദിവസവും വഴക്കാണ്, എല്ലാ ദിവസവും പ്രശ്നമാണ്. ഇനി ആരെ കൊണ്ട് കൗൺസിലിംഗ് ചെയ്യിപ്പിക്കും, ആരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ബൈബിൾ അടിസ്ഥാനത്തിൽ നിങ്ങൾ അവരുടെ ആ പ്രാർത്ഥനകൾ എഴുതി അവരുടെ ജീവിതം അനുഗ്രഹമാകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം അവരുടെ ഇടയിൽ സമാധാനത്തെ സ്ഥാപിക്കും. ആമേൻ. ചുമ്മാ പറയാം, ചേട്ടാ ഒന്ന് ഉപദേശിച്ച, ചേട്ടൻ ഒരു കൗൺസിലിംഗ് നടത്തി, ചുമ്മാ കൗൺസിലിംഗുമായി വെപ്രാളപ്പെട്ട് ഓടി നടക്കാതെ. ഇവിടെ കൗൺസിലിംഗ് നടന്നിട്ടില്ല, ഇവിടെ കൈവെപ്പ് ശുശ്രൂഷ നടന്നിട്ടില്ല, ഇവിടെ ഒരു വിടുതൽ പ്രാർത്ഥന നടന്നിട്ടില്ല. ഒരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചതേ ഉള്ളൂ, ബാക്കി പ്രവർത്തിക്കാൻ തുടങ്ങിയത് ദൈവമാണ്. ആമേൻ. ഹല്ലേലൂയ. ഒന്നുകൂടെ വായിച്ചേ, വൃത്തിയായിട്ട് വായിച്ചേ, 26ാമത്തെ വാക്യം. സമാധാനത്തിന്റെ ഒരു ഉടമ്പടി അവരുമായി ഞാൻ ഉണ്ടാക്കും. ആരുമായിട്ട്? ആ വടിയെ 2-3 പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എസെക്കിയേൽ, മനുഷ്യപുത്ര എഴുത്, ആ വടിയേൽ എഴുത്. എഴുതിയ വിഷയത്തെ 2 വടിയിൽ എഴുതിയ വിഷയം, അവർ തമ്മിൽ വഴക്കുണ്ടാവില്ല, ഇനി അവർ തമ്മിൽ സമാധാനം ഉണ്ടാകും. അവർ തമ്മിൽ ഭിന്നിച്ച് വഴക്കുണ്ടാക്കി അകന്നു പോകത്തില്ല, ദൈവം അവരെ ചേർത്ത് നിർത്തും. അടുത്തതോ, അത് നിത്യമായ ഉടമ്പടിയായിരിക്കും. അത് 10 ദിവസത്തേക്ക് സമാധാനത്തിൽ കഴിയുന്നല്ല, 1 മാസമൊക്കെ കഷ്ടിച്ച് തട്ടിമുട്ടി പോകുന്നല്ല. ആ സമാധാനം അവരിൽ നിത്യമായി, അത് അവരുടെ ജീവിതാവസാനം വരെ, മരണം വരെ ആ സമാധാനം നിലനിൽക്കും. നിലനിൽക്കും. എത്ര പേർ ആഗ്രഹിക്കുന്നു എൻ്റെ കുടുംബത്തിൽ ദൈവം തരുന്ന സമാധാനം നിലനിൽക്കണം? എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ടെന്നറിയാം? പണമൊന്നും ഇല്ലേലും വേണ്ടില്ല, ഒന്ന് കരങ്ങൾ ഉയർത്തിക്ക്. പണമൊന്നും ഇല്ലേലും വേണ്ടില്ല, കുറച്ച് സമാധാനം മതിയെന്ന്. എനിക്ക് പൈസയൊന്നും വേണ്ടില്ല, ഇച്ചിരി സമാധാനം മതി എന്ന് ആഗ്രഹിക്കുന്നവരില്ലേ? ഈ വഴക്കൊന്ന് മാറിക്കിട്ടിയായിരുന്നെങ്കിൽ, ഈ അകൽച്ചയൊന്ന് മാറിക്കിട്ടി. എന്നും തമ്മിൽ തല്ലും വഴക്കും ബഹളവും, എന്നും കണ്ണുനീര്, കണ്ണുകളടച്ച കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് കർത്താവേ, ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയാ പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് പണത്തേക്കാൾ വേണ്ടത് സമാധാനമാണ്, സ്വസ്ഥതയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ തമ്മിൽ, ഞങ്ങളുടെ ബന്ധുക്കൾ തമ്മിൽ, അയൽവാസികൾ തമ്മിൽ ഞങ്ങൾ സമാധാനം വേണം. പല വഴക്കുകൾ, ആവശ്യമില്ലാത്ത വഴക്കുകൾ ഇതാ കറങ്ങി ചുറ്റി അവസാനം ഞങ്ങളെ വല്ലാതെ ഞെരുക്കുന്നു. സമാധാനം വേണം എന്ന് പറഞ്ഞ്, ദൈവം തരുന്ന നിത്യമായ സമാധാനം എനിക്ക് വേണം, ദൈവം തരുന്ന സമാധാനം എനിക്ക് വേണം. എന്റെ ജീവിതത്തിൽ അത് വേണം, എന്റെ എന്റെ ഭവനത്തിൽ അത് വേണം. ദൈവം തരുന്ന സമാധാനം അതൊരു മാസത്തേക്കല്ല, അത് നിത്യമായി. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച്, സമാധാനത്തിന്റെ ദൈവം, സമാധാനത്തിന്റെ ദൈവം, സമാധാനത്തിന്റെ അനുഗ്രഹം, നിത്യമായ സമാധാനം, നിത്യമായ സമാധാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഈ വാക്കുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതെല്ലാം ഒരു ജനതയുടെ ഇടയിൽ ഉണ്ടാകാൻ ആകെ ചെയ്ത 2 കാര്യമാണ്. 2 വടിയേൽ ഇത് എഴുതി വെച്ചു എന്നോ. പിന്നെ 2 വടിയേൽ എഴുതി വെച്ചാൽ സമാധാനം ഉണ്ടാവുമല്ലേ? പിന്നെ 2 വടിയേൽ എഴുതി വെച്ചെന്നോർത്ത് ഞാൻ രക്ഷപ്പെടുവല്ലേ? ചുമ്മാ ഒരു പേപ്പറിൽ എഴുതി ഒരു പെട്ടിക്കകത്തിട്ട എൻ്റെ കാര്യം ശരിയാകുമോ?
നമ്മളത് നിയോഗത്തിലാ ചെയ്യുന്നെങ്കിൽ നമ്മൾ കാണുന്നില്ലേലും നമ്മുടെ പ്രാർത്ഥനയെ ദൈവം ഏറ്റെടുത്ത് വിശ്വസിക്കുന്നു. ദൈവം ചെയ്യുന്ന കാര്യമാണ് എഴുതിയിരിക്കുന്നത്, മനുഷ്യൻ ചെയ്യുന്ന കാര്യമല്ല. നിത്യമായ ഉടമ്പടി. ഇനി അടുത്ത വാക്കെന്നാ നോക്കിയേ, അവരെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. അവരെ ഞാൻ അനുഗ്രഹിക്കുന്നല്ല, പ്ലസ് ഒരു വാക്കും കൂടെ ഇട്ടിട്ടുണ്ട്, വർദ്ധിപ്പിക്കുകയും. ചുമ്മാ അനുഗ്രഹിച്ചാക്കോ പൊക്കോ അടുത്തയാളെ അനുഗ്രഹിച്ചു വിട്ടോ അല്ല, നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കും. നീ നിൽക്കുന്ന സ്ഥലത്ത് നിനക്കൊരു അനുഗ്രഹത്തിന്റെ വർധനവുണ്ട്. രണ്ട് വാക്കും അടുത്തടുത്ത് എഴുതിയിരിക്കുന്നത്. അതിനെന്താ ചെയ്തത്? അനുഗ്രഹവും വർധനവും ഒക്കെ ഉണ്ടാകാൻ എന്നാ ചെയ്തത്? 2 വടിയേൽ എഴുതി വെച്ചാലും അനുഗ്രഹവും വർധനവും ഉണ്ടാവുമോ? ഒറ്റക്കാലം നിൽക്കാനൊന്നും പറഞ്ഞില്ലല്ലോ, സൂര്യാസ്തമയം വരെ കൈവിരിച്ചു പിടിക്കാൻ പറഞ്ഞില്ലല്ലോ, താങ്ങാൻ പറ്റാത്ത ഉപവാസം എടുക്കാൻ പറഞ്ഞില്ലല്ലോ. 2 വടിയേൽ ആ പേരെന്ന് എഴുതി വെച്ച് പ്രാർത്ഥിക്കാനല്ലേ പറഞ്ഞുള്ളൂ. എസെക്കിയേലിനോട് ആകെ പറഞ്ഞത് നീ 2 വടിയെടുത്ത് അതിൽ എഴുതാനാ പറഞ്ഞു. അത് 2 അടുത്തടുത്ത് പിടിക്കാൻ, അത് ഉയർത്തി പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞുള്ളൂ. ഇപ്പൊ പറയുവാ, ആ നിയോഗത്തിൽ പ്രാർത്ഥിച്ച ആ വിഷയത്തെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇതൊക്കെ മനസ്സിലാക്കുക. ഇത് വചനത്തിനകത്ത് ഒരു അധ്യായത്തിന്റെ ഓരോ 37-ാം അധ്യായത്തിന്റെ ഒരു ഭാഗത്ത് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുക. നീ എഴുതി വെച്ചതിന്റെ മേൽ ദൈവാനുഗ്രഹം ഉണ്ടാകും. എഴുതി വെച്ച വിഷയത്തിന്റെ മേൽ അനുഗ്രഹത്തിന്റെ വർധനവുണ്ടാകും എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ, അവരുടെ മധ്യേ എന്റെ ആലയം ഞാൻ എന്നേക്കുമായി സ്ഥാപിക്കും. അവിടെ ദൈവം വസിക്കാൻ തുടങ്ങും. അതാ ഈ അനുഗ്രഹം എല്ലാം വരാൻ കാരണം. നമ്മൾ എഴുതിയിട്ട പ്രാർത്ഥനയിൽ ദൈവം എന്നേക്കുമായി പ്രവർത്തിക്കാൻ തുടങ്ങും, വസിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. നിയോഗത്തിൽ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഞാൻ അതിനെ വിശ്വസിക്കുന്ന ഒരു കാര്യം പറയാം. നമ്മൾ ഈ പ്രാർത്ഥനയൊക്കെ സത്യം പറഞ്ഞാൽ ഇതൊരു കുഞ്ഞു മാലയാണ്, നിയോഗ കൊന്തയാണ്. ഇത് ആദ്യം കണ്ടപ്പോൾ എനിക്ക് തോന്നി, ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഓർത്ത്, ഇതിപ്പോൾ എന്തിനാ പ്രയോജനപ്പെടുത്തുക, ഇതിപ്പോൾ എന്ത് ചെയ്യും, ഇതെങ്ങനെ ചൊല്ലും? എല്ലാം ദൈവനിയോഗമാണ്. അപ്പോൾ ഇവിടെ ഒരു മുത്തുണ്ട്, ഒരു മുത്ത് മാത്രം ഒറ്റയ്ക്കിട്ടിട്ടുണ്ട്. ഇത് ഡെയിലി ബ്ലെസ്സിങ്ങിൽ നമ്മൾ വചനം കേൾക്കുമ്പോൾ ആ വചനം ഒരു പ്രാവശ്യം വിശ്വാസത്തോടെ ഈ മുത്തിൻ്റെ സ്ഥാനത്ത് പറയണം. എന്നിട്ട് ആ നിയോഗത്തിൽ നമ്മൾ 33 പ്രാവശ്യം സമയമുള്ളപ്പോൾ പ്രാർത്ഥിക്കണം. അതൊരു ഓടിപ്പടച്ചല്ല, പ്രാർത്ഥിക്ക്. ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ വരും. ദൈവം നീ പ്രാർത്ഥിച്ച വിഷയത്തെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. ആ 2 വാക്കൊന്ന് പറഞ്ഞ്, അനുഗ്രഹിക്കും വർദ്ധിപ്പിക്കുകയും. എല്ലാവരും പറയാം, അനുഗ്രഹിക്കും വർദ്ധിപ്പിക്കും. അതെന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു വിശ്വസിച്ച് പറയാം, അനുഗ്രഹിക്കും ദൈവം എന്നെ വർദ്ധിപ്പിക്കും, അനുഗ്രഹിക്കും വർദ്ധിപ്പിക്കും. ഇത് രണ്ടും അടുത്തടുത്ത് എഴുതി എന്തിനാണാവോ? അനുഗ്രഹിക്കും എഴുതിയാ പോരാ. ദൈവം പറയുക, നീ അങ്ങനെ എഴുതി പ്രാർത്ഥിച്ച വിഷയത്തെ ഞാൻ അനുഗ്രഹിക്കുകയും ആ വിഷയത്തെ ഞാൻ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിക്കുകയാണ്, എന്നേക്കുമായി എൻ്റെ ആലയം ഞാൻ അവിടെ സ്ഥാപിക്കും. 27-ാമത്തെ വാക്യം, എൻ്റെ വാസസ്ഥലം അവരുടെ മധ്യേ ആയിരിക്കും. ദൈവം എവിടെ വസിക്കും? അവരുടെ മധ്യേ. ആ ഭവനത്തിൽ, അവരുടെ ജീവിതത്തിൽ ദൈവം വസിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നറിയാമോ? അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറും, ദൈവത്തിന്റെ സ്വന്തമായി മാറും. നിങ്ങൾ വീട്ടിലിരുന്നാണോ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ആലയത്തിൽ വന്നാണോ പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ ഒരു യാത്രയിലാണോ? നിങ്ങൾ ദൈവത്തിൻ്റെതായി മാറുകയാണ്. നിങ്ങൾ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരായി മാറും. അതാ എഴുതിയിരിക്കുന്നത്, എന്റെ വാസസ്ഥലം ഞാൻ ഇനി തൊട്ട് അവരുടെ മധ്യേ വസിക്കാൻ തുടങ്ങും. എന്തുകൊണ്ടാണ് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെയും നിയോഗ പ്രാർത്ഥനയിലൂടെയും ജനം അനുഗ്രഹിക്കപ്പെടാൻ കാരണം? ഞാൻ ആർക്കും കൗൺസിലിംഗ് കൊടുത്തിട്ടില്ലല്ലോ, ആരുടെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചില്ലല്ലോ. ആ വചനത്തിലൂടെയാണ്. ആ വചനം കേൾക്കാൻ തുടങ്ങിയപ്പോൾ, ആ വചനം പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം നിങ്ങളിൽ വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവം അനുഗ്രഹിക്കാനും വർദ്ധിപ്പിക്കാനും തുടങ്ങിയിരിക്കുന്നു. എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത വാക്യം എഴുതിയിരിക്കുന്നത് വായിച്ചേ, ഞാൻ അവരുടെ ദൈവവും അവർ എന്റെ ജനവുമായിരിക്കും. പ്രിയപ്പെട്ടവരായി മാറും. അടുത്തതോ, എന്റെ ആലയം അവരുടെ മധ്യേ നിത്യമായി സ്ഥിതി ചെയ്യുമ്പോൾ ഇസ്രായേലിനെ വിശുദ്ധീകരിക്കുന്ന കർത്താവ്
ഞാനാണെന്ന് ജനതകൾ അറിയും. വിശുദ്ധീകരിക്കുന്ന ദൈവം. ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ച്, ഇത്രയും വലിയ അത്ഭുതം നടക്കാൻ ആകെ എന്താ എസെക്കിയേൽ ചെയ്തത്? 2 കമ്പെടുത്ത് അതിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. 2 കമ്പയിൽ എഴുതി വെച്ചു. 2 കമ്പയിൽ എഴുതി വെച്ചാൽ ഇത്രയും വലിയ അനുഗ്രഹം വരുമോ? നിങ്ങൾ വിശ്വാസത്തോടെ ചില പ്രവർത്തികൾ ചെയ്യുക. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ മാനിച്ചിരിക്കും, അനുഗ്രഹിച്ചിരിക്കും, വർദ്ധിപ്പിച്ചിരിക്കും, സമാധാനം ഉണ്ടായിരിക്കും. ദൈവം നിങ്ങളുടെ അകത്ത് നിത്യമായി വസിക്കാൻ തുടങ്ങും. നിങ്ങൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരായി മാറും. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ. ഇത്രയും വചനങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുമ്പോൾ, നമുക്കിത് വായിക്കുമ്പോൾ ഒരു പ്രാവശ്യം കേട്ടാൽ ഇത് മനസ്സിലാകത്തില്ല. ഡെയിലി ബ്ലെസ്സിങ്ങിലൊക്കെ വചനം കേൾക്കുമ്പോൾ ദിവസം 3 പ്രാവശ്യം കേൾക്കുന്നവരുണ്ട്. ആദ്യം ഒന്ന് കേൾക്കും, സമയം കിട്ടുമ്പോൾ ഒന്നും കൂടി ഇരുന്ന് കേൾക്കും, പിന്നെ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് ഒന്നും കൂടി ഇത് ഓണാക്കി 2-3 പ്രാവശ്യം കേൾക്കുമ്പോഴാണ് അത് വൃത്തിയായിട്ട് മനസ്സിലാകുന്നത്. ഈ വചനം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒന്നും കൂടെ വേഗത്തിൽ ഒന്ന് അധ്യാപകർ പറയുന്ന പോലെ പറയാം. എസെക്കിയേലിനോട് ദൈവം പറയുക, 2 വടി എടുത്തോണ്ട് വാ. എന്തിനാ 2 വടി? നീ അതിലെഴുത്. എന്തെഴുതാൻ? ഇന്ന കാര്യങ്ങൾ എഴുതി വെക്ക്. എന്നിട്ട് അത് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്ക്. അത് ചിതറിപ്പോവുകയില്ല, അത് ഒന്നിച്ചു വരാൻ തുടങ്ങും. അവിടെ എന്നറിയോ നടക്കുന്നത്? ദൈവപ്രവൃത്തിയാണ്, ദൈവപ്രവൃത്തി. നമ്മളൊന്ന് ഇനി ഇതേ വിഷയം ഒന്ന് വെച്ച് നമ്മളെല്ലാവരും ഒന്ന് ശക്തമായി പ്രാർത്ഥിക്കാൻ പോവാണ്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? എഴുന്നേറ്റ് നിന്ന് ശക്തമായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവർ, എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തെ ഇപ്പോൾ എസെക്കിയേലിനോട് ദൈവം പറഞ്ഞു, നീ ആ വടിയേൽ എഴുത്. വടിയേൽ എഴുതിയിട്ട് എന്നാ കാണിക്കാനാ? നമ്മൾ നിസ്സാരമായി കാണല്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു അക്രൈസ്തവ സഹോദരി വന്നു. അവരെ കൂട്ടിക്കൊണ്ടു വന്നത് ഒരു ക്രിസ്ത്യാനിയായ ഒരാളാണ്. ഇവിടെ വന്നപ്പോൾ ആളുകൾ ഇങ്ങനെ എഴുതുന്നത് കണ്ടു. അപ്പോൾ ആ പേപ്പറൊന്നും കിട്ടാത്തതുകൊണ്ട് ആ സ്ത്രീ അവിടെ ആരോ ചുരുട്ടിയിട്ടിരിക്കുന്നൊരു പേപ്പർ നിവർത്തി അതേൽ എഴുതി. നോർമൽ എഴുതാൻ വെച്ചിരിക്കുന്ന പേപ്പറല്ലല്ലോ, അവർക്ക് അറിയത്തില്ലായിരുന്നു. ഒരു പേന എടുത്ത് അവരുടെ നിയോഗം എഴുതി. സാക്ഷ്യം പറയാൻ വന്നത് ഇങ്ങനെയാണ്: ഞാൻ ആ നിയോഗത്തിൽ പ്രാർത്ഥിച്ചത് എൻ്റെ മക്കളുടെ ഒരു കാര്യമായിരുന്നു, ഞങ്ങൾക്കത് അനുഗ്രഹമായി. എഴുതിയിട്ട പേപ്പർ അവിടെ ആരോ എന്തോ എഴുതിയിട്ട് ചുരുട്ടി അവിടെ നിലത്തിട്ട പേപ്പർ ആ സ്ത്രീ അതേല നിവർത്തി എഴുതിയത്. നിങ്ങൾ എഴുതിയ പേപ്പർ ചിലപ്പോൾ 5 വയസ്സിക്ക് കൊള്ളത്തില്ലാത്ത ഒരു പേപ്പറിലായിരിക്കും എഴുതിയത്. നമ്മുടെ ജീവിതവും ചിലപ്പോൾ പാപമുള്ളതും കുറവുള്ളതുമായിരിക്കും. സാരമില്ല, സങ്കടത്തോട് എഴുതിയ നിന്റെ പ്രാർത്ഥനയെ, നിയോഗത്തെ ദൈവം ഏറ്റെടുത്തിരിക്കുകയാണ്. ദൈവം ഏറ്റെടുക്കുമ്പോൾ അതിന്മേൽ ദൈവപ്രവൃത്തി നടക്കാൻ തുടങ്ങും. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. ദൈവത്തിന്റെ ഇടപെടലുകൾ സംഭവിക്കാൻ തുടങ്ങും. എങ്കിൽ ആ കരങ്ങളെ ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. ദൈവമേ, ഞങ്ങൾ എഴുതി വച്ചിരിക്കുന്ന പ്രാർത്ഥന ഇതാണ്. ഈ ആലയം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇങ്ങനെയാണ്: കർത്താവേ, ഇവിടെ വരുന്ന ജനം അനുഗ്രഹിക്കപ്പെടണം. ഈ ജനം എഴുതുന്ന പ്രാർത്ഥനകളിൽ ദൈവത്തിന്റെ വലതുകരം ഉയർന്നു വരണം. ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, ആശ്വസിപ്പിക്കപ്പെടണം. ഞങ്ങൾക്ക് ജീവിതത്തിൽ അടഞ്ഞ വഴികളെ തുറന്നു കിട്ടണം. ചില വലിയ, നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ടൊരു പ്രത്യേകതയാണ്. മനുഷ്യരെന്ന് പറഞ്ഞ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവരാരും പറഞ്ഞ സാക്ഷ്യമല്ല. കുമ്പസാരിപ്പിക്കുന്ന വൈദികർ പറഞ്ഞു, കൽക്കുരിശ് അതവിടെ സ്ഥാപിച്ചതിൽ പിന്നെ നിയോഗത്തിൽ അത് പ്രാർത്ഥിക്കും. ഒരുപാട് മാനസാന്തരങ്ങളും അനുതാപത്തോടെയുള്ള കുമ്പസാരവും ഇവിടെ നടക്കുന്നുണ്ട്. ആരും ഒന്നും പറഞ്ഞിട്ടില്ല അനുദപിക്കണമെന്നോ കുമ്പസാരിക്കണമെന്നൊന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ അനേകം ആളുകളിൽ തന്നെ ആഴമേറിയ അനുതാപവും മാനസാന്തരവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഞങ്ങളിവിടെ ഒരുപാട് ദൈവപ്രവൃത്തികൾ കണ്ടിട്ടുണ്ട്, ദൈവത്തിന്റെ ഇടപെടലുകൾ കണ്ടിട്ടുണ്ട്, ദൈവത്തിന്റെ സഹായം അനേകർ അനുഭവിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒത്തിരി പേർ ആഗ്രഹിക്കുന്നു, ഇവിടെ ഒന്ന് വന്നു പോയിരുന്നെങ്കിൽ എന്ന് മാത്രം ആഗ്രഹിക്കുന്നവരുണ്ട്. ഈ മണ്ണിൽ ചവിട്ടി പ്രാർത്ഥിച്ചാൽ എൻ്റെ കാര്യം ദൈവം സാധിക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ആ 2 കരങ്ങളെയും ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കേ. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എസെക്കിയേലിനോട് ദൈവം പറഞ്ഞു, ആ വടിയിൽ എഴുതിയിരിക്കുന്ന 2 നിയോഗവും നീ ചേർത്ത് പിടിച്ച് ഉയർത്തി പ്രാർത്ഥിക്കുക. അത് ചിതറി പോവുകയില്ല, അത് ഒന്നായി തീരും. എന്ന് പറഞ്ഞാൽ എങ്ങനെ 2 കമ്പ് എങ്ങനെ ഒന്നായി തീരുന്നത്? അത് നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ തകർന്ന് മാറി നിന്നതിനെ, പരാജയപ്പെട്ട് നിന്നതിനെ അതിൽ നിന്ന് പടുത്തുയർത്തി അതിനെ അനുഗ്രഹമാക്കുമെന്നല്ലേ അതിന്റെ അർത്ഥം?
അങ്ങനെയെങ്കിൽ ഇതേ അത്ഭുതം ഈ പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന ഓരോ വ്യക്തികളിലും സംഭവിക്കാൻ ആഗ്രഹിച്ച് ആദരങ്ങളെ തുറന്നൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. ശബ്ദമുയർത്തി 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 സ്വരമുയർത്തി. ജീസസ് ഒരു നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്നു, ഒരു നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്നു. വലിയൊരു അത്ഭുതം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു, വലിയ ഇടപെടൽ നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു, ദൈവത്തിന്റെ അത്ഭുതം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുത അടയാളങ്ങൾ സംഭവിക്കട്ടെ, അത്ഭുത അടയാളങ്ങൾ സംഭവിക്കട്ടെ, ദൈവത്തിന്റെ ഇടപെടലുകൾ സംഭവിക്കട്ടെ, ദൈവ പ്രവൃത്തികൾ ഉണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ, വിടുതലുകൾ സംഭവിക്കട്ടെ, മാനസാന്തരങ്ങൾ സംഭവിക്കട്ടെ, ദൈവത്തിന്റെ വഴികൾ ഇവിടെ തുറക്കട്ടെ, ദൈവത്തിന്റെ ഇടപെടൽ സംഭവിക്കട്ടെ. എല്ലാ തടസ്സങ്ങളും മാറി ജനം അനുഗ്രഹിക്കപ്പെടണം, ജനം അനുഗ്രഹിക്കപ്പെടണം, ജനം അനുഗ്രഹിക്കപ്പെടണം. ജീസസ് കരമടിച്ചൊന്ന് പാടാം. വഴിയൊരുക്കും അവനാഴികളിൽ വലങ്കൈ വിളിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവനാഴികളിൽ വലങ്കൈ വിളിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ സകലതും അടഞ്ഞിടിലും വല്ലവൻ പുതുവഴി ശക്തിയോടെ. വാതിലുകൾ സകലതും അടഞ്ഞിടിലും വല്ലവൻ പുതുവഴി തുറന്നിടുമേ. എനിക്കാൻ കരുതും അവൻ നല്ല ഓഹരി. എനിക്കാൻ കരുതും അവൻ നല്ല ഓഹരി. പിന്നെയോ കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും. പറയാമോ? കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും. കരമുയർത്തി പറയാമോ? വഴിയൊരുക്കും അവനാഴികളിൽ വലങ്കൈ വിളിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവനാഴികളിൽ വലങ്കൈ വിളിച്ചെന്നെ വഴി നടടിച്ച്. വാതിലുകൾ സകലതും അടഞ്ഞിടിലും വല്ലവൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ സകലതും അടഞ്ഞിടിലും വല്ലവൻ പുതുവഴി തുറന്നിടും. എനിക്കാൻ കരുതും അവൻ നല്ല ഓഹരി. എനിക്കായി കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണുനീരവൻ സ്തുതിക്കുന്നു. ജീസസ് 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 സ്തുതിക്കുന്നു. ജീസസ് പരിശുദ്ധനായ ദൈവമേ. ജീസസ് പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ. Hallelujah, 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 hallelujah. യേശുവേ അങ്ങില്ലെങ്കിൽ ജീവിതം വെറും ശൂന്യമാ. യേശുവേ അങ്ങിലലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. പറയാമോ? യേശുവേ അങ്ങില്ലെങ്കിൽ ജീവിതം വെറും ശൂന്യമാ. യേശുവേ അങ്ങിലലിയുവാൻ എന്നെ മുഴുവനായി സമർപ്പിക്കുന്നേ. എന്നെ മുറ്റും നീ കഴുകേണമേ എന്നേശുവേ. നിന്നോടു ചേർന്നു ജീവിപ്പാൻ ഇടയാകട്ടെ. ഒന്നിരിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഈ പറഞ്ഞ വചനം നിങ്ങൾ വീടുകളിൽ എത്തുമ്പോൾ ഒന്ന് വായിച്ചു നോക്കണം. ഇങ്ങനെ ഒരു ഭാഗം ഉണ്ടോ, ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്നൊക്കെ നമുക്ക് തോന്നും. ഇത് നിങ്ങൾക്ക് വായിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ കുറച്ചുകൂടെ വ്യക്തതയുള്ളതാകും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ തുടങ്ങുന്ന അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകും. ദൈവത്തിൻ്റെ ഇടപെടലാണിത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു വചനം കൂടെ ജസ്റ്റ് വേഗത്തിലൊന്ന് പറയുവാണ്. അത് ഇന്നലെ ഡെയിലി ബ്ലെസ്സിങ്ങിൽ പറഞ്ഞൊരു വാക്യമാണ്. എന്തിനത് പറയുന്നതെന്നൊന്ന് പറയുവാണ്.
2 രാജാക്കന്മാരുടെ പുസ്തകത്തിലെ 19-ാം വാക്യം തൊട്ടൊന്ന് വായിക്കുവാണ്. വേഗത്തിൽ പറയാം, കുറച്ച് സമയം എടുക്കത്തുള്ളൂ. അതൊരു കാര്യം പറയാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 19-ാമത്തെ വാക്യം. അവിടെ ഏലീശായോട് നാട്ടുകാർ പറയുന്ന കാര്യമാണ്. ഒന്ന് വായിച്ചേ. നഗരവാസികൾ നാട്ടുകാര് ഏലീശായോട് പറഞ്ഞു, ഏലീശ എന്ന പ്രവാചകനോട് പറഞ്ഞു, അങ്ങ് കാണുന്നില്ലേ? അങ്ങ് നോക്കൂ, ഈ സ്ഥലമൊക്കെ നോക്കിക്കേ. ഈ പട്ടണം ജീവിക്കാൻ പറ്റിയതാണ്. ജീവിക്കാൻ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, 2 പ്രശ്നമുണ്ട്. എന്നാൽ വെള്ളം മലിനവും നാട് ഫലശൂന്യവുമാണ്. അതൊരു പ്രശ്നമാണ്. പ്രവാചകൻ ഒന്ന് നോക്കിക്കേ, ഈ സ്ഥലമൊക്കെ ഭയങ്കര പ്രശ്നമാണ്. നീ ഒന്ന് പ്രാർത്ഥിക്കേ. ഇവിടെ വെള്ളം കുടിക്കാൻ കൊള്ളത്തില്ല, എന്നാ നട്ടാലും ഉണ്ടാവുകയില്ല. പക്ഷെ താമസിക്കാനൊക്കെ കൊള്ളാം, ടൂറിസ്റ്റ് പോലൊക്കെ വന്ന് പോകാൻ കൊള്ളാം. പക്ഷേ ബുദ്ധിമുട്ടാണ്. നമ്മളിത് വായിച്ച് കേൾക്കുമ്പോൾ നമുക്കുമുണ്ട് ഒത്തിരി കാര്യങ്ങൾ പറയാൻ. കർത്താവേ, ഞങ്ങളുടെ ജീവിതം ഇതുപോലൊക്കെയാണ്, പല കാര്യങ്ങളും ഞങ്ങൾക്ക് വിഷമമുണ്ട്. ആ നാട്ടുകാർ പറഞ്ഞു, പ്രവാചക, നാട് കുഴപ്പമില്ല, പക്ഷെ വെള്ളം കൊള്ളുകയില്ല, ഈ മണ്ണ് എന്ത് നട്ടാലും ഫലശൂന്യമാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ പ്രവാചകൻ എന്നാ പറയും? നമ്മളാണ് പറയും, എന്നാൽ പിന്നെ എത്രയും വേഗം ഒന്ന് വിറ്റ് പോകാൻ മേലായിരുന്നു. എവിടെയെങ്കിലും 5-10 സെൻറ്റ് സ്ഥലം കിട്ടുവാണെങ്കിൽ അതല്ലേ നല്ലത്. ഇവിടെ ഈ സ്ഥലമെല്ലാം മൊത്തം വെള്ളമൊന്നും കൊള്ളത്തില്ല, അതാ നല്ലത്. എൻ്റെ അഭിപ്രായത്തിൽ അതാ നല്ലത്. പക്ഷേ ഏലീശ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഒരു പുതിയ പാത്രം കൊണ്ടുവന്ന് അതിന് പുതിയ പാത്രത്തിന് പ്രശ്നമുണ്ടെന്നല്ലല്ലോ പറഞ്ഞത്, വെള്ളം പ്രശ്നമുണ്ടെന്നാ പറഞ്ഞത്. പക്ഷെ പാത്രം കൊണ്ടുവരാൻ പറഞ്ഞു. പാത്രം കൊണ്ടുവന്ന് ഒരു പുതിയ പാത്രം കൊണ്ടുപോവാ, എന്നിട്ട് അതിനകത്ത് ഉപ്പിടുവിൻ എന്നവൻ പറഞ്ഞു. പിന്നെ എൻ്റെ ചോദ്യമാ, ഉപ്പിട്ടാൽ എങ്ങനെയാ വെള്ളത്തിൻ്റെ പ്രശ്നം മാറുന്നേ? ഇച്ചിരി ഉപ്പിട്ടാൽ എങ്ങനെയാ സ്ഥലത്തിൻ്റെ പ്രശ്നം മാറുന്നേ? ഏലീശ പറഞ്ഞു, നീ ഒരു പാത്രം കൊണ്ടുപോവാ, ഇച്ചിരി ഉപ്പും കൊണ്ടുപോവാ. ഇന്ന് ഉപ്പിന് 1 കിലോ ഉപ്പിന് എത്ര രൂപയുണ്ട്? 10 രൂപ. 10 രൂപയുള്ളൂ. അപ്പോൾ അന്നത്തെ കാലത്ത് 5 പൈസ കാണുള്ളൂ. നീ ഇച്ചിരി ഉപ്പും കൊണ്ടുപോവാ. നമ്മളാണെ പറയില്ലേ, എന്നെ കാണിക്കാനായാലും ഉപ്പ്, ഒന്ന് പ്രാർത്ഥിക്കാനുള്ളതിന്, പിശാചുകളെയൊക്കെ ബന്ധിക്കാനുള്ളതിന് ഉപ്പാണോ കൊണ്ടുവന്നത്? ഇച്ചിരി ഉപ്പ് മതിയെന്നേ നമ്മുടെ പ്രശ്നമൊക്കെ മാറാൻ. ഒരു വചനം മതി നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ. ഒരു വചനേ കിട്ടിയുള്ളൂ. പുള്ളി തലേ കൈവച്ച് പ്രാർത്ഥിച്ചതേ ഉള്ളൂ, കൗൺസിലിംഗ് ഒന്നും കിട്ടി, ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റിയില്ല. മതിയെന്നേ, ഇച്ചിരി ഉപ്പ് മതി, ആ ഒരു കുഞ്ഞു പാത്രം മതി, അത് എടുത്തുകൊണ്ടിരാൻ പറഞ്ഞു. അപ്പോൾ അവർ കൊണ്ടുവന്ന് എന്നിട്ട് പറഞ്ഞു, അവൻ ഉറവയ്ക്ക് അടുത്ത് ചെന്ന് ഉപ്പ് അതിലിട്ടുകൊണ്ട് പറഞ്ഞു, കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ ഈ വെള്ളം ശുദ്ധീകരിച്ചിരിക്കുന്നു. ഇച്ചിരി ഉപ്പ് എടുത്തോണ്ട് വന്നിട്ട് ആ വെള്ളത്തിൻ്റെ ഉറവയുടെ എടുത്തുകൊണ്ട് ഇട്ടു, ഇച്ചിരി ഉപ്പ്. എന്നിട്ട് പറഞ്ഞു, വാക്കുകൊണ്ട് പറഞ്ഞു, ഇത് ശുദ്ധീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് എഴുതിയിരിക്കുന്ന വാക്ക്, ഇനി ഇത് മരണത്തിനോ ഫലശൂന്യതയ്ക്കോ കാരണമാവുകയില്ല. ഇനി ദോഷം വരികയില്ല. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദൈവശക്തി ഇവിടെ ഉണ്ട്, ഇത് വിശുദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് വരെ അനുഭവിച്ച പ്രശ്നത്തിന് പരിഹാരമായി എന്ന് പറഞ്ഞു. വല്ലതും നടന്നോ? താഴെ എഴുതിയിരിക്കുന്ന വാക്ക്, ഏലീശായുടെ വചനമനുസരിച്ച് ആ വെള്ളം ഇന്നും ശുദ്ധമാണ്. ഇന്നും ആ വചനം അനുസരിച്ച് പിന്നീട് ആ പ്രശ്നം അവിടെ ഉണ്ടായിട്ടില്ല. ആദ്യം അവർ വെള്ളം കൊള്ളൂല, മണ്ണ് കൊള്ളൂല, എന്നാ നട്ടാലും ഉണ്ടാകാത്ത പൊട്ട മണ്ണാന്ന് പറഞ്ഞതാ. ഇച്ചിരി ഉപ്പേ തീർന്ന എല്ലാ പ്രശ്നവും. നിങ്ങൾ കേൾക്കുന്ന ഈ വചനം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. പ്രശ്നം ഉണ്ടാക്കുന്ന സ്ഥലമല്ല ഇത്. ഉള്ള പ്രശ്നത്തെ ദൈവ പദ്ധതി അനുസരിച്ച് പരിഹരിക്കുന്ന സ്ഥലമാണ്. പണമുണ്ടാക്കുന്ന സ്ഥലമല്ല, ദൈവത്തിന്റെ അനുഗ്രഹത്തെ കൈമാറുന്ന സ്ഥലമാണ്. ഹല്ലേലൂയ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പറയാം. അടുത്ത കാലത്ത് തുടങ്ങിയൊരു പ്രാർത്ഥന, കർത്താവേ, അങ്ങയുടെ ആലയത്തെ പണസമ്പാദനത്തിൻ്റെ ഒരു ഇടമായി മാറാതെ ലോകാവസാനത്തോളം ദൈവത്തെ കൊടുക്കുന്ന, അങ്ങയുടെ വചനത്തെ കൊടുക്കുന്ന ഒരു പുണ്യഭൂമിയാക്കി ഈ അനുഗ്രഹയെ മാറ്റണമേ. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. പണം സമ്പാദിക്കാനുള്ള ഒരു സംവിധാനമായതൊരിക്കലും മാറരുത്. വചനത്തെ കൊടുക്കുന്ന, അനുഗ്രഹത്തെ കൈമാറുന്ന അനുഗ്രഹം ഈ സ്ഥലത്ത് ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളിത് പറയുന്നത് ഇച്ചിരി ഉപ്പിട്ടാ തീരുവോ പ്രശ്നം? ഉപ്പല്ല ഇവിടെ ഇട്ടത്, ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. ഇന്നും ജീവിക്കുന്ന വചനമാ ജീവിതങ്ങളിലേക്ക് ഇട്ട് തന്നത്. ആ വചനമാണ് എല്ലാ ദിവസവും 5:30 ഇടുന്നത്. ഒരു വചനം. ഇതുകൊണ്ട് എന്താകാനാ? ഇതുകൊണ്ട് എന്ത് ശരിയാകാനാ? അത് മതി കുഞ്ഞെ നിന്റെ ജീവിതം വിശുദ്ധീകരിക്കാൻ. അത് മതി അവിടെ കൊണ്ടൊരു പുതിയ തുടക്കം ഉണ്ടാകാൻ. അത് മതി ദൈവത്തിൻ്റെ അനുഗ്രഹം നീ അനുഭവിക്കാൻ. ഹല്ലേലൂയ. ഇന്നലെ മിനിഞ്ഞാന്ന് വന്ന ഒരു പേര് പറയുന്നില്ല, നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയ മനുഷ്യൻ ഇവിടെ വന്നു. അദ്ദേഹം പറയുക, ഫാദർ, നിങ്ങളുടെ പ്രസംഗം കേൾക്കാതെ ഞാൻ എൻ്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുകയില്ല. എൻ്റെ മുറിയിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങത്തില്ല. അപ്പോൾ അയാളുടെ ഭാര്യ ചാടി പറയുക, അടുക്കളയിൽ ഞങ്ങൾ ഭക്ഷണം വയ്ക്കുമ്പോൾ രാവിലെ ചൂടുവെള്ളം കുടിക്കുന്നതിന് മുമ്പ് ഫാദർ ആ വചനം ഞങ്ങൾ കേട്ടേച്ചേ ഞങ്ങളുടെ അടുപ്പ് കത്തിക്കത്തുള്ളൂ, അടുക്കളയിലോട്ട് കയറത്തുള്ളൂ. ഞങ്ങൾക്ക് അതിൻ്റെ അനുഗ്രഹമുണ്ട്. അത് എൻ്റെ അനുഗ്രഹമല്ല, കേട്ട ദൈവവചനത്തിൻ്റെ അനുഗ്രഹമാണ് കൈമാറ്റം ചെയ്യുന്നത്, കൈമാറുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ 2 കാര്യങ്ങൾ നിങ്ങൾ കേട്ടു. നമ്മൾ ഇരുന്ന് കൊണ്ടൊന്ന് കണ്ണുകളെ അടച്ച് സമയം 12:15 നമ്മളൊരു നിമിഷം പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അങ്ങയുടെ വചനം കേട്ട ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിന് നന്ദി. പിന്നെ ഒരു കാര്യമുള്ളത്, അടുത്ത വ്യാഴാഴ്ച മുതൽ ഓൺലൈനിൽ 9 ദിവസത്തേക്ക് വിശുദ്ധ യൂദാശ്ലീഹയുടെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നു. ഡിസംബർ 25 ദിവസത്തെ നോമ്പ് തുടങ്ങുമ്പം യേശു ജനിച്ചതിൻ്റെ ഓർമ്മ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഒരു നല്ല അനുഗ്രഹവും കൂടി ആ കൂട്ടത്തിൽ എനിക്ക് കിട്ടണം. മറക്കാനാവാത്ത വിധം ഒരു അനുഗ്രഹവും എൻ്റെ വീടിനകത്ത് വേണം. യേശു എൻ്റെ ജീവിതത്തിൽ ജനിക്കണം. എനിക്കൊരു അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ ജനിക്കണം. ഒരു നല്ലൊരു ഉത്തരവ് എനിക്ക് കിട്ടണം. അതിനുവേണ്ടി ആ 25 നോമ്പ് എടുക്കുന്ന ആ കൂട്ടത്തിൽ ഒരു 9 ദിവസം നമ്മളൊരു നിയോഗത്തിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിക്ക് വിശുദ്ധ യൂദാശ്ലീഹയുടെ മാധ്യസ്ഥതയിൽ ഓൺലൈനായി പ്രാർത്ഥിക്കുകയാണ്. വ്യാഴം വെള്ളി ദിവസങ്ങൾ ഇവിടെ പ്രാർത്ഥനയുണ്ട്. അതിനകത്ത് 2 വ്യാഴം വെള്ളി ദിവസങ്ങളുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കണ്ണുകളടച്ച് കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, കർത്താവേ, അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി. ഇതുകൊണ്ടൊക്കെ എന്നെ ആകാനാ? ഞങ്ങൾക്ക് പ്രാർത്ഥന കിട്ടിയില്ല, കൗൺസിലിംഗ് കിട്ടിയില്ല, എന്താ ഇവിടെ ഇങ്ങനെ? ഒരു വചനം മതി കുഞ്ഞെ, ഇച്ചിരി ഉപ്പ് മതി മകനെ, നിന്റെ ലൈഫിൽ ഒരു പുതിയ അധ്യായം തുടങ്ങാൻ. ചില വഴിത്തിരിവുകൾക്ക് നിസ്സാരമെന്ന് തോന്നുന്ന ചില തുടക്കങ്ങൾ വരെ മതി, ജീവിതം വല്ലാതെ മാറും. അന്നുവരെ ഉണ്ടായിരുന്ന മരണവും ഫലശൂന്യതയും മാറിപ്പോയി. ഇന്നുവരെ നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾ മാറിപ്പോകണം. നിങ്ങളൊരു അനുഗ്രഹമാകണം. നിങ്ങളിലൂടെ നിങ്ങളുടെ വീട് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം. വിശ്വസിച്ചുകൊണ്ട് അക്കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവ് ജീവിതയാത്രയിൽ കഴിഞ്ഞുപോയി. കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവ് ജീവിതയാത്രയിൽ കഴിഞ്ഞുപോയി. ഒന്ന് ചിന്തിച്ചു നോക്കി, നമ്മളിങ്ങനെ എണ്ണി നോക്കി, എൻ്റെ ദൈവമേ, ഈ മാസം തന്നെ എത്ര ദിവസമാണ് കരഞ്ഞത്? കഴിഞ്ഞ മാസം എണ്ണാൻ പോലും പറ്റത്തില്ല. പെട്ടെന്ന് ഓർത്തെടുക്കുമ്പോൾ തന്നെ കൈവിരലുകൾ വേഗത്തിൽ മടങ്ങിപ്പോവും. കരഞ്ഞുകൊണ്ട് ജീവിച്ച സമയമാണ്. പക്ഷെ ഒരു അനുഗ്രഹം നിന്നെ തേടി വരും. അതാ പറയുന്നത്, കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞുപോയി. കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോ രാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞുപോയി. ഞെട്ടിയുണർന്നു ഞാൻ നോക്കുമ്പോൾ താങ്ങും തലോടലുമായി നാഥൻ ചാരയുണ്ട്. ഞെട്ടിയുണർന്നു ഞാൻ നോക്കുമ്പോൾ താങ്ങും തലോടലുമായി
വിശ്വസിച്ച് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ദൈവം നൽകിയ നല്ല അവസരത്തിന് നന്ദി. നമ്മളൊരു നിമിഷം പ്രാർത്ഥിച്ച് സാക്ഷിക ശുശ്രൂഷയിലേക്ക് കയറി നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുവാണ്. നമുക്ക് പ്രിയപ്പെട്ടവരെ, 1-2 കൺഫ്യൂഷനുണ്ട്. നമുക്ക് ധ്യാന കേന്ദ്രത്തിന് വേണ്ടി 7 ഫോണുകളാണുള്ളത്. 7 ഫോണ്. നിങ്ങൾക്കറിയാം, ഇത് ഓൺലൈനിലൂടെ പോകുന്നുണ്ട്. ഒരു സെക്കൻഡ് ഗ്യാപ്പില്ലാതെ ഇത് വന്നുകൊണ്ട് ഈ ഫോൺ കോൾ ഇങ്ങനെ വരുന്നുണ്ട്. യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എടുക്കുന്ന ആളുകൾക്കും ഇത് നല്ല ബുദ്ധിമുട്ടുണ്ട്. പ്രാക്ടിക്കലി കണ്ടിന്യൂസ് ആയി ഫോൺ എടുക്കുമ്പോൾ ഇയർ ബാലൻസ് വരെ ബാധിക്കും. എങ്കിലും സമയം ആരും ശമ്പളക്കാരല്ല കേട്ടോ, എല്ലാം ശുശ്രൂഷയായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതെടുക്കാതെ വരുമ്പോൾ ഒരു ഫോൺ കിട്ടിയില്ല, നിങ്ങളാരും വിഷമിക്കരുത്. അത് അവരവരുടെ കുഞ്ഞ് സമയവും സാഹചര്യമൊക്കെ എടുത്തിട്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ വിളിക്കുമ്പോൾ നിങ്ങളെ ബുക്ക് ചെയ്തു എന്നൊക്കെ പറയുന്നൊരു നമ്പർ തരുമ്പോൾ അത് എന്നെ കാണാനുള്ളൊരു നമ്പർ ആകണമെന്നില്ല. അതിന് ഓഫീസിൻ്റെ മുമ്പിൽ ആ ഡോറിൽ എഴുതിയിട്ടുണ്ടൊരു നമ്പർ. നിങ്ങൾക്ക് ധ്യാനകേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അറിയാൻ ആ നമ്പറിൽ വിളിക്കുന്ന ഒരു 100 പേരെയാണ് വ്യാഴാഴ്ച കാണാൻ കഴിയുക. 100 പേരുടെ സ്ഥാനത്ത് വിളിക്കുന്ന 1500 പേരാണ്. ഒരു ഫോൺ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറെ 2-3 റിങ് ചെയ്തുകൊണ്ടിരിക്കും, അല്ല വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളത് അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ പരമാവധി നിങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്, സഹകരിക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടി ആരും പിണങ്ങരുത്, തെറ്റിദ്ധരിക്കരുത് എന്ന് മാത്രം പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ പറഞ്ഞത്. എന്താ എടുക്കാത്തത്, ഇതെന്താ ഇങ്ങനെ, ഇവിടെ ഒരു സെറ്റപ്പ് ഇല്ലല്ലോ, ഇതെന്താ ഇങ്ങനെ. ഇവിടെ കുറഞ്ഞ ശുശ്രൂഷകരെ നമുക്കുള്ളൂ. പുതിയതായി ആരെയും ശുശ്രൂഷയ്ക്ക് എടുക്കുന്നുമില്ല. ഉള്ള ശുശ്രൂഷകരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ശുശ്രൂഷകർ അവരിൽ ഉള്ള സാഹചര്യത്തിൽ വച്ചാണ് ഞങ്ങളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾക്കൊരു പ്രാർത്ഥിക്കണമെന്ന് അറിയിക്കുന്നു. വ്യാഴം വെള്ളി ദിവസങ്ങൾ ഒരു ദിവസവും ഞങ്ങളാരും മറ്റൊരു കാര്യത്തിന് പോകുന്നില്ല, മറ്റു വേറൊരു ജോലിക്കോ യാത്രയ്ക്കോ പോലും പോകില്ല. ഫുൾ ടൈം ഇവിടെ രാത്രി 9:30-10 മണി വരെയും ആളുകളെ കണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ അതൊക്കെ ഞങ്ങൾ സന്തോഷത്തോടെ അറിയിക്കുന്നത്, പരാതിയായിട്ടല്ല, നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് എന്ന് നിങ്ങളെ അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. ഓരോ നിയോഗത്തിന് വേണ്ടി, ഓരോ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. അതിന് മറുപടിയായി പറയുന്നത് കർത്താവെ അനുഗ്രഹിക്കണമേ എന്നാണ്. നീ അനുഗ്രഹിച്ചതിനെ ഞാനും അനുഗ്രഹിക്കുന്ന ബൈബിൾ വാക്യം. അബ്രഹത്തോട് ദൈവം കൊടുത്ത വാക്കാണ്. അങ്ങനെ നീ ഒരു അനുഗ്രഹമാകും. എങ്ങനെ? നീ അനുഗ്രഹിക്കുക, അപ്പോൾ അത് അവർക്ക് അനുഗ്രഹമാകും. കർത്താവെ, ആരുടെ പേരുകൾ പറയുന്നുവോ അവരൊരു സാക്ഷ്യമായി മാറണം. അവരുടെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകണം. അവരുടെ കുടുംബത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടണം. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരരുത്. അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് കേൾക്കാനിടയാകണം. ഹല്ലേലൂയ. പേരുകൾ പറയുമ്പോൾ അതിന് മറുപടിയായി കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാണ്. ഇത് നിയോഗത്തിൽ പ്രാർത്ഥിക്കുവാണ്. ശുശ്രൂഷകരും മൈക്കിലുള്ളവരും എല്ലാവരും പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഒരാൾക്ക് ഒരുപാട് പേരുടെ പ്രാർത്ഥന കിട്ടുന്ന സമയമാണ്. ഇന്ദുവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിഷതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അന്നരാജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജമിഷരാജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആൽവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സയായിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിനിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മരിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബെന്നിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബേബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷിരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സോനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആൽവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സോബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുധാകരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റബേക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫ്രാൻസിസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യോഹന്നാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബൈബിളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷോളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഞ്ജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കെ.എം. റോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രതീഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏഞ്ചലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൽത്തന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷിബുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്റ്റെല്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അന്നക്കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജെസ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അലീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലിൻഡുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ടോണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൽവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മോളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എലിസബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോഷിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
അനുഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആഷ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എഡ്വിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അഖിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിഖിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഓളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബിനിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുമോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, യെസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഫെമിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അരുണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അന്നയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കറിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സിജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോസഫിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആൻമരിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അഞ്ജലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നെൽസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഏഞ്ചലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മരിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സാബുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഗീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഏലിയാമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഗീതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ശരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആൽബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അഖിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അഖിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അഖിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ശരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലിൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രിയതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷീജായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മരിയായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അന്ന മരിയായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആലീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷാജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലൂർദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബേബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബാബുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സോബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അഭിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എൽസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എൽസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റാഫേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നേഹയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വർഗീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രാജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇസ്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സിസ്റ്റർ അൽഫോൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഡാനിഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷിനോജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അച്ചുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ക്രിസ്റ്റലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഏഞ്ചലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിഖിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷിജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റിയായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അരുണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജിക്സന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലിപ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലിപ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലിപ്സിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സ്വപ്നയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആതിരയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എമിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബാബുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സൂരജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മേരി സ്റ്റെല്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അഞ്ജലിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആന്റണി കുമാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മാത്യു ഐപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഗോഡ്വിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സജീവ് സെബാസ്റ്റ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലാസറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജസ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷൈനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അന്ന മരിയായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അലൻ ജേക്കബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിപിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിനീതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സിൽഡന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എലിസബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സ്രൈനിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിവേദയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എലിസബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അലൻ മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റിയാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലിൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷൈജന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അലീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സ്മിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഏഞ്ചലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോമോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലിജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോമോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഫ്രാൻസിസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബെൽവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു, സമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷീജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദിനേശിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജാഫർ രാജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അഷ്ലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പാപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അജിത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സിൽജയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അതുൽ കുര്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അഭിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മാർട്ടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അൽഫോൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രാജേശ്വരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനീഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഗ്രേസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ശില്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഡയാനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഗ്രേസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ടെസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോപോളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റിജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ശരണ്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലിജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അഖിലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷാജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനീഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഗ്രേസ്യാമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഡോക്ടർ ഗ്രേസിക്കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കിരണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കെൽവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ക്രിസ്വിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റിയാ റോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജുവലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദിലീപിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ കരങ്ങളെ സാധ്യമെങ്കിലും ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു നിമിഷം ഇത്രയും വ്യക്തികളെ അവർ സമർപ്പിച്ച ആ ഒരു നിയോഗത്തെയും യേശുവിൻ്റെ കരങ്ങളിൽ ആ ഹൃദയത്തിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഏൽപ്പിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഇടപെടൽ നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. വഴികൾ തുറക്കുവാൻ പ്രാർത്ഥിക്കുന്നു. മാനസാന്തരങ്ങൾ നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ചേർന്ന് യോഗ പ്രാർത്ഥനയിൽ യേശു എന്റെ സ്ഥിതി മാറ്റിടുന്നു. നിയോഗ പ്രാർത്ഥനയിൽ യേശു എന്റെ സ്ഥിതി മാറ്റിടുന്നു. പുതിയൊരു വഴി എനിക്കൊരുക്കിടുമേ, വാതിലുകൾ എനിക്കായി തുറന്നിടുമേ. പുതിയൊരു വഴി എനിക്കൊരുക്കിടുമേ, വാതിലുകൾ എനിക്കായി തുറന്നിടുമേ. എന്നെ അനുഗ്രഹമായി മാറ്റിടുമേ, ഞാൻ അനുഗ്രഹം പ്രാപിച്ചിടുമേ. എന്നെ അനുഗ്രഹമായി മാറ്റിടുമേ, ഞാൻ അനുഗ്രഹം പ്രാപിച്ചിടുമേ. അതുകൊണ്ട് ഹല്ലേലൂയ 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 പാടിടും. ഹല്ലേലൂയ 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 പാടിടും. എന്റെ യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. നിയോഗ പ്രാർത്ഥനയുടെ ഈ സമയത്ത് ശുശ്രൂഷകരായിട്ടുള്ള എല്ലാവർക്കും ഈ ജനത്തിൻ്റെ നേരെ സാധ്യമായിടത്തോളം കരമുയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുവാണ്. ഇവിടെയുള്ള ശുശ്രൂഷകരാണ് ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തി. അവരെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. തങ്കമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റോയലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സെബാസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷെബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ശ്രീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബോബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മേരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പുഷ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അന്നമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആതിരയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോബീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജിയോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനാമികയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജെറിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷാരോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഗ്രേസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോസ്നയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രതീഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷീൽസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജെയ്മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഡെൽനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മേരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സംഗീതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സാഫല്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പാട്രിക്കിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വത്സമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇസാ ബിൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബോബിച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലിയോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഋതുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അഖിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിഖിലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷാജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനീഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മഹാദേവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദേവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മരിയായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷണ്ടാൽ മരിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അലോഷ്യസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മരിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷാജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജിയോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അഖിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എൽസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ചിന്നമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റോഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഹരിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സെൽക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈദുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഐജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റോസമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എൽദോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അബ്രഹാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സാറാക്കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഭവ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രാജൻ മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ശനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സുമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മോളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലീലാമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റോസലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോമോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നോബിളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അമലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷിബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സോശാമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അഖിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷാജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മരിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, യാക്കോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോൺസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോസി ജോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റോയിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷാജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോമോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സ്നോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷൈനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുര്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നബീന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, റോബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോസഫിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷിജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പീറ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എൽദോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഷീനായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ശീമോളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു,
കർത്താവേ അനുഗ്രഹിക്കണം. പ്രവീണിന് വേണ്ടി കർത്താവേ അനുഗ്രഹിക്കണം. ജെനീഫറിന് വേണ്ടി കർത്താവേ അനുഗ്രഹിക്കണം. പ്രവീണിന് വേണ്ടി കർത്താവേ അനുഗ്രഹിക്കണം. പൗലോസിന് വേണ്ടി കർത്താവേ അനുഗ്രഹിക്കണം. സാന്റോയ്ക്ക് വേണ്ടി കർത്താവേ അനുഗ്രഹിക്കണം. മനുവിന് വേണ്ടി കർത്താവേ അനുഗ്രഹിക്കണം. യെസ്നിക്ക് വേണ്ടി കർത്താവേ അനുഗ്രഹിക്കണം. എമിലിക്ക് വേണ്ടി കർത്താവേ അനുഗ്രഹിക്കണം. വേണ്ടി കർത്താവേ അനുഗ്രഹിക്കണം. അർഷിതയ്ക്ക് വേണ്ടി കർത്താവേ അനുഗ്രഹിക്കണം. ജോയ്ക്ക് വേണ്ടി കർത്താവേ അനുഗ്രഹിക്കണം. ദേവസിക്ക് വേണ്ടി കർത്താവേ അനുഗ്രഹിക്കണം. ഫാദർ മിഥുവിന് വേണ്ടി കർത്താവേ അനുഗ്രഹിക്കണം. ജോയലിന് വേണ്ടി കർത്താവേ അനുഗ്രഹിക്കണം. അമലിന് വേണ്ടി കർത്താവേ അനുഗ്രഹിക്കണം. വേണ്ടി കർത്താവേ അനുഗ്രഹിക്കണം. ദീപകിന് വേണ്ടി കർത്താവേ അനുഗ്രഹിക്കണം. വേണ്ടി കർത്താവേ അനുഗ്രഹിക്കണം. വേണ്ടി കർത്താവേ അനുഗ്രഹിക്കണം. ബെറിനിക്ക് വേണ്ടി കർത്താവേ അനുഗ്രഹിക്കണം. സോസിക്ക് വേണ്ടി കർത്താവേ അനുഗ്രഹിക്കണം. യായ്ക്ക് വേണ്ടി കർത്താവേ അനുഗ്രഹിക്കണം. നിന്ദുവിന് വേണ്ടി കർത്താവേ അനുഗ്രഹിക്കണം. ധനേഷിന് വേണ്ടി കർത്താവേ അനുഗ്രഹിക്കണം. ചെറിന് വേണ്ടി കർത്താവേ അനുഗ്രഹിക്കണം. നോയ്ക്ക് വേണ്ടി കർത്താവേ അനുഗ്രഹിക്കണം. ജിജുവിന് വേണ്ടി കർത്താവേ അനുഗ്രഹിക്കണം. ഷിജുവിന് വേണ്ടി കർത്താവേ അനുഗ്രഹിക്കണം. എമ്മിക്ക് വേണ്ടി കർത്താവേ അനുഗ്രഹിക്കണം. അമിതയ്ക്ക് വേണ്ടി കർത്താവേ അനുഗ്രഹിക്കണം. ബെരിസിലിന് വേണ്ടി കർത്താവേ അനുഗ്രഹിക്കണം. തങ്കമണിക്ക് വേണ്ടി കർത്താവേ അനുഗ്രഹിക്കണം. സാന്ദ്രയ്ക്ക് വേണ്ടി കർത്താവേ അനുഗ്രഹിക്കണം. അഭിനന്ദിന് വേണ്ടി കർത്താവേ അനുഗ്രഹിക്കണം. ഹിന്ദുവിന് വേണ്ടി കർത്താവേ അനുഗ്രഹിക്കണം. സിനിക്ക് വേണ്ടി കർത്താവേ അനുഗ്രഹിക്കണം. സിന്ധുവിന് വേണ്ടി കർത്താവേ അനുഗ്രഹിക്കണം. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 സമർപ്പിച്ച് ഹല്ലേലൂയ 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 ശക്തമായി കരമടിച്ചു പാടാം. നിയോഗ പ്രാർത്ഥനയിൽ യേശു എന്റെ സ്ഥിതി മാറ്റിടുന്നു. നിയോഗ പ്രാർത്ഥനയിൽ യേശു എന്റെ സ്ഥിതി മാറ്റിടുന്നു. പുതിയൊരു വഴി എനിക്കൊരുക്കിടുമേ, വാതിലുകൾ എനിക്കായി തുറന്നിടുമേ. പുതിയൊരു വഴി എനിക്കൊരുക്കിടുമേ, വാതിലുകൾ എനിക്കായി തുറന്നിടുമേ. എന്നെ അനുഗ്രഹമായി മാറ്റിടുമേ, ഞാൻ അനുഗ്രഹം പ്രാപിച്ചിടുമേ. എന്നെ അനുഗ്രഹമായി മാറ്റിടുമേ, ഞാൻ അനുഗ്രഹം പ്രാപിച്ചിടുമേ. ഹല്ലേലൂയ 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 പാടിടും. ഹല്ലേലൂയ 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 പാടിടും. എന്റെ യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. നിയോഗ പ്രാർത്ഥന ചൊല്ലി ദൈവകരങ്ങളിൽ അത് കൊടുക്കുവാണ്. നിങ്ങൾ മനസ്സ് തുറക്കുന്ന സ്ഥലമാണിത്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾ പോയാലും നിങ്ങളുടെ നിയോഗം നിങ്ങളുടെ പ്രാർത്ഥന ആലയത്തിലുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അനുഗ്രഹം ദൈവം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ദൈവത്തിന്റെ സഹായം നിങ്ങൾക്ക് ലഭിക്കുന്ന നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നിയോഗ കൊന്ത കരങ്ങളിലുണ്ടെങ്കിൽ നമുക്കൊന്ന് എടുത്ത് കരങ്ങളിൽ പിടിച്ച് ഉയർത്തിപ്പിടിച്ച് 3-4 പ്രാവശ്യം ചൊല്ലി ഒന്ന് പ്രാർത്ഥിക്കാം. നസ്രായനായ എൻ്റെ യേശുവേ, എന്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു എന്നെ അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എന്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു എന്നെ അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എന്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു എന്നെ അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു എന്നെ അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും
പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു എന്നെ അനുഗ്രഹിക്കണമേ. നസ്രായനായ എന്റെ യേശുവേ, എന്റെ എല്ലാ നിയോഗങ്ങളെയും സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു എന്നെ അനുഗ്രഹിക്കണമേ. സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞങ്ങൾ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. നന്ദി നന്ദി. 3 പ്രാവശ്യം കൂടെ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചു. നസ്രായനായ എന്റെ യേശുവേ, എല്ലാ നിയോഗങ്ങളെയും സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു എന്നെ അനുഗ്രഹിക്കണമേ. യേശു എന്ന് പ്രാർത്ഥിച്ചു. നസ്രായനായ എന്റെ യേശുവേ, എല്ലാ നിയോഗങ്ങളെയും സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു എന്നെ അനുഗ്രഹിക്കണമേ. നസ്രായനായ എന്റെ യേശുവേ, എല്ലാ നിയോഗങ്ങളെയും സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. കരങ്ങൾ താഴ്ത്തി ആ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് ഇന്ന് വന്ന് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുവാണ്. വിശുദ്ധ ജലം തളിച്ച് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ഒരുങ്ങുകയാണ്. ഒരു നിമിഷം നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ച്, കർത്താവേ, ഈ ആലയത്തിൽ ഞാൻ വരുമ്പോൾ എൻ്റെ ഒരു സാക്ഷ്യം കൂടി ഞാൻ പറയാൻ ഇടയാകത്തക്ക വിധം എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ. എൻ്റെ ജീവിതത്തിൻ്റെ അടഞ്ഞ വഴികളെ തുറക്കണമേ. ഞാൻ ഇന്ന് വലിയൊരു പ്രയാസത്തിലാണ്, പ്രതിസന്ധിയിലാണ്. അതാണ് നിയോഗം വച്ചിരിക്കുന്നത്. എൻ്റെ ജീവിത പങ്കാളിയിലെ മാറ്റം, എൻ്റെ കുടുംബത്തിലെ ചില വിടുതലുകൾ, എൻ്റെ കുടുംബത്തിലെ സമാധാനം, സാമ്പത്തികമായ പ്രതിസന്ധി മാറണം, ഒരു ജോലി കിട്ടണം, വിവാഹം നടക്കണം, എൻ്റെ കുടുംബം അനുഗ്രഹത്തിലാകണം, തലമുറകളെ ലഭിക്കണം, കുഞ്ഞുങ്ങൾക്ക് നല്ല മാർക്ക് ലഭിക്കണം, നല്ല ഭാവി ഉണ്ടാകണം, ഉയർന്ന സ്ഥാനം എത്തണം. എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആ നിയോഗ പ്രാർത്ഥനയെ സമർപ്പിച്ചവരുണ്ട്. നിയോഗ പ്രാർത്ഥന ചില എല്ലാവരും കരങ്ങളെ ഉയർത്തി സ്തുതിക്കുമ്പോൾ വിശുദ്ധ ജലം തളിച്ച് ജനത്തെ നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്ന വസ്തുക്കളെ, നിയോഗ തിരികളെ, പ്രാർത്ഥനകളെല്ലാം വിശുദ്ധ ജലം തളിച്ചിപ്പോൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിന് സംഭവിക്കണമേ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടലുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുത സഹായം പ്രാർത്ഥിക്കുന്നു. സകല തടസ്സങ്ങൾ മാറാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ തിന്മയുടെ ആധിപത്യത്തിൽ കീഴടങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ കീഴടങ്ങട്ടെ. പൈശാചിക ശക്തികളുടെ സ്വാധീനങ്ങൾ പൊട്ടിപ്പോകട്ടെ. ദൈവാനുഗ്രഹം നിറയട്ടെ. അനുഗ്രഹം നിറയട്ടെ. സ്തുതിക്കുന്നു ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 നന്ദി പറയുന്നു. ഹല്ലേലൂയ കരങ്ങൾ ചേർത്തടിച്ച് അനുഗ്രഹത്തിൻ അധിപതിയേ, ആനന്ദകൃപാ പെരും നദിയേ, അനുഗ്രഹത്തിൻ അധിപതിയേ, ആനന്ദകൃപാ പെരും നദിയേ, അനുദിനം നിൻ പാദം ഗതിയേ, അടിയാനു നിൻ കൃപമതിയേ, അനുദിനം നിൻ പാദം ഗതിയേ, അടിയാനു നിൻ കൃപമതിയേ, അനുഗ്രഹത്തിൻ അധിപതിയേ, അനന്തകൃപാ പെരും നദിയേ, അനുഗ്രഹത്തിൻ അധിപതിയേ, അനന്തകൃപാ പെരും നദിയേ, വൻപിനകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയമോ, വൻപിനകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം, വല്ലഭൻ നീ എന്ന ഭയം വന്നിടുമോ പിന്നെ ഭയം, വല്ലഭൻ നീ എന്ന ഭയം വന്നിടുമോ പിന്നെ ശബ്ദമുയർത്തി, അനുഗ്രഹത്തിൻ അധിപതിയേ, അനന്തകൃപാ
പെരുന്നതിയേ അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദകൃപാ പെരുന്നതിയേ അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദകൃപാ പെരുന്നതിയേ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുകയാണ്. കൃത്യം 2 മണിക്ക് നമ്മുടെ ശുശ്രൂഷകൾ അവസാനിക്കും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഇന്ന് ഞങ്ങൾ ദൂരെ നിന്ന് ബസ്സുകളിൽ വന്നവർ, തൃശ്ശൂരിൽ നിന്ന്, കോട്ടയത്ത് നിന്ന് ഒക്കെ ബസ്സിന് വന്നിട്ടുള്ളൂ, ട്രാവലിന് വന്നവരുണ്ട്. ഞങ്ങൾ നിങ്ങളെ നന്ദിയോടെ ഓർക്കുക. ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ട് ഉറങ്ങാത്തവരുണ്ട്, ഇവിടെയുണ്ട്, വണ്ടിക്ക് വന്നവരൊക്കെയുണ്ട്. എത്ര ക്ഷീണമായിട്ട് നിങ്ങൾ 6 മണിക്കും 7 മണിക്കും ഇതിനകത്ത് കയറി ഇരുന്നതാ. 2 മണിയാകാറായി. എത്ര സമയമായി ഇതിനകത്ത് ത്യാഗത്തോടെ ഇരി ചൂട്, ആവി, പരവേശം ഒക്കെ സഹിച്ചിരുന്നത്. നല്ല ചൂടുണ്ട്, നല്ല ആവിയുണ്ട്, പരവേശമുണ്ട്. കുർബാന കൊടുക്കാൻ പോയപ്പോൾ വൈദികർ പറഞ്ഞു നല്ല ചൂടുണ്ടെന്ന്, നല്ല പരവേശമുണ്ട്, ആവിയുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എത്ര സമയമാണ് നിങ്ങൾ ഇതിനകത്ത് ഇറുകി പിടിച്ചിരുന്നത്? നിങ്ങളുടെ നന്മയാ, നിങ്ങളുടെ നല്ല മനസ്സാ, നിങ്ങൾ ദൈവത്തോടുള്ള ബന്ധമാ. ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു കേട്ടോ. ദൂരെ നിന്ന് വന്നവരെ ബഹുമാനിക്കുന്നു കേട്ടോ. സമീപത്തുള്ളവരെ അംഗീകരിക്കുന്നു കേട്ടോ. ക്രിസ്തുവിൽ ബഹുമാനിക്കുന്നു, ക്രിസ്തുവിൽ സ്നേഹിക്കുന്നു. നിങ്ങൾക്കൊരു അനുഗ്രഹം പറയാൻ ഇവിടെ വരാൻ പറ്റും. നിങ്ങൾ കണ്ടോ, നമ്മൾ ഓരോരുത്തരുടെ പേര് ചൊല്ലി പറഞ്ഞിട്ട് ചോദിച്ചേട്ടൻ എത്ര പേരുടെ സാക്ഷ്യമായെന്ന് പറയിപ്പിച്ചത്. ഇത്ര വേഗത്തിൽ അങ്ങനെയൊന്നും അല്ല. സാക്ഷ്യം വരെ 2 മണിക്കൂറിലും വേണം. വായിക്കാനുണ്ട് സാക്ഷ്യങ്ങൾ. വിശദമായി പറഞ്ഞ ദൈവം ചെയ്യുന്ന പ്രവർത്തികളാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾ ചിലർ ഇവിടം കൊണ്ട് നിങ്ങളുടെ ജീവിതം ആരംഭിക്കും. ചില ജീവിത നല്ല അനുഗ്രഹങ്ങൾക്ക് തുടക്കമിടുന്ന സ്ഥലമാണിത്. നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ദൈവം കണ്ട സ്ഥലമാണിത്. ദൈവം ഒരുക്കിയ സ്ഥലമാണ്. ഈ ആലയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. അടുത്ത വ്യാഴാഴ്ചയും നമ്മൾ നിയോഗത്തിൽ പ്രാർത്ഥിക്കും. അടുത്ത വ്യാഴാഴ്ച മുതലാണ് ശരിക്കും പറഞ്ഞ 9 ദിവസത്തെ യൂദാശ്രീകട നൊവേന നമ്മൾ ആരംഭിക്കുന്നത്. അത് 2 വെള്ളിയാഴ്ചകളിലായി ഉണ്ട്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാണ്. ഈ സമയത്ത് സോജനിച്ച നേർച്ച ഭക്ഷണവും വെള്ളവും എണ്ണയും അരിയും എല്ലാം ഒന്ന് വെഞ്ചരിച്ച് പ്രാർത്ഥിക്കാമോ? എന്നുവെച്ചാൽ നേർച്ച ഭക്ഷണം, നേർച്ച എണ്ണയായിട്ടുള്ളത് എല്ലാം ഒന്ന് വിശുദ്ധ ജലം തെളിച്ചൊന്ന് പ്രാർത്ഥിക്കുന്നു, ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ Hallelujah, 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 പ്രിയപ്പെട്ടവരെ, ഇന്ന് വന്നിട്ടുള്ള എല്ലാവരെയും ഞങ്ങൾ ഇവിടെയുള്ള എല്ലാ വൈദികരും വളരെ സ്നേഹത്തോടെ കണ്ട് നിങ്ങളെ പരിശുദ്ധ കുർബാനയിലൂടെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുവാണ്. ഈ ഒരാഴ്ചക്കാലം നിങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹമാകും. ദീർഘായുസ്സും ആരോഗ്യവും ദൈവം തരട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ എല്ലാം മാറിപ്പോകണം. നല്ല അനുഗ്രഹം ഉണ്ടാകണം. നിങ്ങൾ ഇന്നു മുതൽ ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങൾ സഞ്ചരിക്കുന്ന വാഹനം സുരക്ഷിതമായിരിക്കണം. നിങ്ങൾ സഞ്ചരിക്കുന്ന വാഹനം അത് ഓടിക്കുന്ന ഡ്രൈവർമാർ എല്ലാവരും സുരക്ഷിതമാകട്ടെ. ഒരു പോറൽ പോലും ഏൽക്കാതെ സുരക്ഷിതമായി ഭവനങ്ങളിലെത്താൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ അത് അനുഗ്രഹമാകാൻ ഞങ്ങളെല്ലാവരും മനസ്സുകൊണ്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് അടുത്ത ആഴ്ചകളിലും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ അവസരമുണ്ടാകട്ടെ. കരങ്ങളെ ഉയർത്തി സ്തുതിച്ച് ഈശോയുടെ ആശീർവാദം. അത്ഭുതങ്ങൾ ചെയ്യുന്നവർ അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ